യോൻഹ ക്വീനെ കാണാനായിട്ട് എത്തുകയാണ്. ക്വീനെ കാണാൻ എത്രയും വേഗം വാങ്സോ എത്തുമെന്നൊക്കെ യോൻഹ പറയുമ്പോൾ എനിക്ക് ചെങ്ങിനെ കാണണമെന്നായിരുന്നു ക്വീൻ പറഞ്ഞത്. അപ്പോൾ വാങ്സോ എത്തിയതിനു ശേഷം പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ അമ്മേനെ നോക്കിക്കോളാം. മാത്രമല്ല ഈ ഒരു റൂമിലേക്ക് ആരൊക്കെ കയറി വരണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. എൻ്റെ അനുമതി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ആർക്കും കയറുവാൻ സാധിക്കുകയില്ല. വാങ്സോ അമ്മയെന്ന് വിളിച്ചതിന് ശേഷം പറയുകയാണ്, ഇന്നു മുതൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ജെങ്ങിന് ഇങ്ങോട്ട് കയറി വരുവാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതേസമയം അമ്മേനെ കാണാനായിട്ട് പാലസിന് വെളിയിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് എല്ലാവരും കൂടി ജെങ്ങിനെ തടയുകയാണ്. ജെങ്ങിനെ അമ്മേനെ കാണിക്കാൻ അനുവദിക്കണമെന്ന് ഹെയ്സുവും വാങ്സോയോട് പറയുന്നു. ജെങ്ങിനെ ഈ ഒരു കാര്യം അറിയിക്കരുതെന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാതെ ആരോ ഒരാൾ ജെങ്ങിനെ കത്തയച്ചിട്ടുണ്ട്. അത് നീയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഹെയ്സും അംഗീകരിക്കുകയാണ്. ക്വീൻ ഇപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവസാനമായി കാണണമെന്ന് പറയുന്നത് ജെങ്ങിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ജെങ്ങിന് അങ്ങനെ ഒരു കത്തയച്ചത്. ഞാൻ ഒരിക്കലും ചെങ്ങിനെ പാലസിനകത്തേക്ക് കയറ്റുകയില്ല. അഥവാ ചെങ് നീ കാരണം അകത്തേക്ക് കയറുകയാണെങ്കിൽ നിന്നെപ്പോലും ഞാൻ വെറുതെ വിടുകയില്ല എന്നും വാങ്സോ പറയുന്നു. ജെങ് അമ്മേനെ കാണാൻ അനുവദിക്കുമെന്ന പ്രതീക്ഷയോടെ ആ പാലസിന് വെളിയിൽ കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ പണ്ട് ഹെയ്സു ലേഡി ഓനെ കൊല്ലരുതെന്നും പറഞ്ഞ് കിങ്ങിന്റെ പാലസിന് മുമ്പിൽ ഇരുന്നതാണ് ഓർമ്മ വരുന്നത്. അന്ന് ഹെയ്സുവിന് മുമ്പിൽ ബേക്ക എത്തിയതുപോലെ ഇന്ന് ചെങ്ങിന്റെ മുമ്പിലും ബേക്ക എത്തുകയാണ്. ബേക്കയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ചെങ്ങിന് കൊടുത്തതിന് ശേഷം ബേക്ക അകത്തേക്ക് കയറിപ്പോകുന്നു. ജെങ് ആ ഒരു വെള്ളം കുടിക്കുന്നതിന് പകരം അത് തലവഴി ഒഴിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. വാങ്സു തന്നെ ആയിരുന്നു ക്വീനുള്ള ആഹാരം കൊടുത്തത്. പക്ഷെ ക്വീൻ അതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ തരുന്ന ഭക്ഷണമോ വെള്ളമോ എന്തിനേറെ പറയുന്നു മരുന്ന് പോലും നിങ്ങൾ കഴിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം നാൾ ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വാങ്സോ പറയുന്നു. ക്വീൻ ആകെ പറയുന്നത് ചെങ് എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാൻ മാത്രമാണ്. മരിച്ചുപോയ നിങ്ങളുടെ മകനോ പാലസിനകത്തേക്ക് കയറാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന ആ ഒരു മകനോ നിങ്ങളെ നോക്കുന്നു പോലുമില്ല. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ രാജ്യത്തിൻ്റെ തന്നെ രാജാവായിട്ടുള്ള നിങ്ങളുടെ മകനാണെന്നും വാങ്സോ പറയുകയാണ്. അതിനുശേഷം വാങ്സോ ക്വീനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് ക്വീൻ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഒരു ടെമ്പിളിന് മുഴുവൻ തീ വെച്ചിട്ട് പോകുന്നതായിരുന്നല്ലോ വാങ്സോ. അന്ന് അവരെ കൊന്ന രക്തവുമായിട്ട് ക്വീന് സന്തോഷമാകുമെന്ന് വിചാരിച്ചു വന്നപ്പോൾ ക്വീൻ വാങ്സോനെ തള്ളിപ്പറയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങളെന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മാത്രമല്ല ഞാൻ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കുകയും ചെയ്യും. ഒരിക്കൽ നിങ്ങൾ കാണുന്നത് എന്നെ മാത്രമായിരിക്കുമെന്നും വാങ്സോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം സത്യമായി. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു മക്കളുമില്ല. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവായതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ടെമ്പിൾ തന്നെ നിർമ്മിക്കും. അമ്മയുടെയും എൻ്റെയും റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഓരോരോ നല്ല കഥകളൊക്കെ ഉണ്ടാക്കും. ക്വീൻ മദർ എന്നെയാണ് ആരേക്കാളും കൂടുതൽ സ്നേഹിച്ചതെന്നും ഞാൻ എല്ലാവരോടും പറയും. അങ്ങനെ ഈ ലോകം മുഴുവൻ അമ്മേനെ വാഴ്ത്തും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളുടെ ഒരേ ഒരു മകനായി കഥകളിൽ ഞാൻ മാറും. ഇതാണ് കുട്ടിയായിരുന്ന എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചതിനുള്ള എൻ്റെ പ്രതികാരമെന്നും വാങ്സോ പറയുന്നു. ക്വീൻ വാങ്സോയുടെ മുറിവിൽ കൈവച്ചതിന് ശേഷം മരിക്കുകയാണ്. കിങ് ആയാലെങ്കിലും തന്നെ അമ്മ സ്നേഹിക്കുമെന്നാണ് വാങ്സോ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുപോലും സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ വാങ്സോ കരയുകയാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അമ്മയെ കാണണമെന്ന ആഗ്രഹത്തോടെ ജെങ് വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ ഹെയ്സു എത്തി അമ്മ മരിച്ചു എന്നുള്ളൊരു സത്യം ജെങ്ങിനെ അറിയിക്കുന്നു. മരിച്ചു കിടക്കുന്ന അമ്മേനെ കാണാനായി ജെങ് എത്തുന്നു. ജെങ് അങ്ങനെ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വാങ്സോ എത്തി പറയുകയാണ്, ഇപ്പോൾ കുറേ നേരമായിട്ട് നീ ഇവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് തിരിച്ചു പോകാം. അമ്മ മരിച്ചു കഴിഞ്ഞതിലുള്ള കർമ്മങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. അതിനൊന്നും നിന്റെ ആവശ്യം എനിക്കില്ല. നീ തിരിച്ചു പോയാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പണിഷ്മെൻറ്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നും വാങ്സോ പറയുന്നു. എൻ്റെ കൂടെ ആരുമില്ലാതിരുന്നപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ ചെങ്ങിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് വാങ്സോ പറയുന്നു. വാങ്സോ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്ന് വാങ്സോയോട് ഹീസ് പറയുകയാണ്. നിനക്ക് അവൻ്റെ അവസ്ഥ ഓർത്തിട്ട് ദയ തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവനോടല്ല എന്നോടാണ് ദയ തോന്നേണ്ടത്. ഇന്നേ വരെ അമ്മയുടെ ഒരു സ്നേഹം പോലും ലഭിക്കാതിരുന്നത് എനിക്കാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് പോലും എൻ്റെ ഈ മുഖത്ത് തൊട്ടിട്ടാണ് മരിച്ചത്. ഈ ഒരു കാരണം കൊണ്ടാണ് എന്നെ ഇത്രയും നാളും അമ്മ ഒഴിവാക്കി നിന്നതും. പക്ഷേ അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മുഖത്ത് ഈ ഒരു പാടുണ്ടായതിന് പിന്നിൽ പോലും ഞാനല്ലായിരുന്നല്ലോ എന്നും വാങ്സോ പറഞ്ഞ് കരയുകയാണ്. ഹെയ്സു വാങ്സോയുടെ മുഖത്ത് തൊടാൻ നോക്കുമ്പോൾ വാങ്സോ തടയുകയും നീ എന്നെ മനസ്സിലാക്കിയെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പോലും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. വക്മുവിനെ കൊല്ലാനായിട്ട് വെള്ളത്തിൽ മെർക്കുറി ഇട്ടത് വൂക്ക് പറഞ്ഞിട്ടായിരുന്നു എന്ന് ബുണ്ണിനോട്
വാങ്സ് ചോദിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ചെയ്യാണോ എന്നും ചോദിക്കുന്നു. അങ്ങനെ സത്യങ്ങളൊന്നും തുറന്നു പറയാതെ വോൺ നിൽക്കുമ്പോൾ വൂക്കല്ല ഇതെല്ലാം ചെയ്തതെങ്കിൽ നീയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് വാങ്സോ പറയുമ്പോൾ എല്ലാ സത്യങ്ങളും വോൺ തുറന്നു പറയുകയാണ്. യോ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, മാത്രമല്ല എല്ലാത്തിനും പിന്നിൽ വൂക്ക് മാത്രമായിരുന്നു എന്നും വോൺ പറയുകയാണ്. അവസാനമായിട്ട് നിന്നോട് എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടെന്ന് വാങ്സോ പറയുന്നു. പക്ഷേ ആ ചോദ്യം എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. വാങ്സോ ചെയിനെ അന്വേഷിച്ച് നടന്നു വരികയായിരുന്നു. വൂഹിയോടും ചെയിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ വൂഹിയും ചെയിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മൊത്തത്തിൽ ഡമീകോണിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഹെയ്സ് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്നിരുന്ന കുറേ കോട്ട് ലേഡീസിൻ്റെ കൂട്ടം കാണുമ്പോൾ ഹെയ്സും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പോകുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് ഹെയ്സ് ചോദിക്കുമ്പോൾ കിങ് ഞങ്ങളോട് ഇവിടെ നോക്കി നിൽക്കാനാണ് പറഞ്ഞതെന്ന് അവർ പറയുകയാണ്. ഹെയ്സ് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സോൾജേഴ്സ് എല്ലാവരും കൂടി ഒരാളെ അടിക്കുന്നതാണ് കാണുന്നത്. ഒരാളെ തല്ലിക്കൊല്ലാനും അതെല്ലാം കണ്ടു നിൽക്കാൻ കുറേ അധികം ആളുകളോട് പറയുന്നതും അങ്ങനെയൊന്നും കിങ് ചെയ്യാറില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് കിങ് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഹെയ്സു ചോദിക്കുന്നു. ഡമീകോണിലെ കോട്ട് ലേഡി അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് ചെയ്തത്. ഇനി ആരും ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് പറയുന്നു. ഡമീകോണിലെ കോട്ട് ലേഡി എന്ന് കേട്ടപ്പോൾ തന്നെ ചെയ്യായിരിക്കുമെന്ന് ഹെയ്സുവിന് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതാരാണെന്ന് ഹെയ്സു ചോദിക്കുമ്പോൾ ചോയും ചെയ്യുടെ പേര് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഹെയ്സു അതിനടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ വൂഹി ഹെയ്സുവിനെ തടയുന്നു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോൾജിയർ പായ്ക്കിട്ടൊരു ചവിട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും മുറിവുകളൊക്കെ ഏറ്റ് മരിച്ചു കിടക്കുന്ന ചൈനെ കാണിക്കുന്നു. ചൈനെ കാണുമ്പോൾ തന്നെ ഹെയ്സുവിന് ബോധം നഷ്ടമാവുകയും വൂഹി ഹെയ്സുവിനെ പിടിക്കുകയും ചെയ്യുന്നു. ഹെയ്സു ചെയ്യുമായിട്ടുള്ള കുറേ അധികം ഫ്ലാഷ് ബാക്ക്സ് ഓർക്കുകയാണ്. ഹെയ്സു ആദ്യമായി പരിചയപ്പെട്ടത് പോലും ചൈനെ ആയിരുന്നു. ഹെയ്സു ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും ഫെസ്റ്റിവലിന് ഒന്നിച്ച് പോയതും എല്ലാം ഹെയ്സു ഓർക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ചെയ്യാണെന്നൊക്കെ ഹെയ്സു ഓർക്കുകയാണ്. അങ്ങനെ ഹെയ്സു ബെഡിൽ കിടക്കുമ്പോൾ ഡോക്ടർ ഹെയ്സുവിന് അസുഖമുണ്ടായിരുന്ന കാര്യമെല്ലാം വാങ്സോയോട് തുറന്നു പറയുന്നു. ഉറക്കത്തിൽ ചെയ്യുടെ പേരും പറഞ്ഞ് ഹെയ്സു ഞെട്ടി എണീക്കുകയാണ്. നിനക്കെങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ കൊല്ലുവാൻ സാധിക്കുന്നതെന്ന് ഹെയ്സു വാങ്സോനെ കുറ്റപ്പെടുത്തുന്നു. ജയ ഇത്രയും നാളും നിന്റെ കൂടെ ഉണ്ടായിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. നീ പോലും അറിയാതെ നീ എഴുതിയ ബുക്കെല്ലാം ക്വീന് കൊടുത്തതും അവൾ തന്നെയായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ വിവാഹം നടക്കാതിരിക്കുവാൻ ബുക്ക് ശ്രമിച്ചപ്പോഴും മോക്കിനെ സഹായിച്ചത് ചെയ്യായിരുന്നു. വക്മു മരിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു മെർക്കുറി വെള്ളത്തിൽ ഇട്ടതും ചെയ്യായിരുന്നു. അന്ന് വക്മു കുളിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചെയ്യോട് ഹെയ്സ് പറഞ്ഞതെല്ലാം ഹെയ്സ് ഓർക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അന്ന് ചെയ് പറഞ്ഞപ്പോഴത്തേക്കും ഹെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയ്സുവിൻ്റെ ചെയ്നെ പൂർണ്ണ വിശ്വാസമാണെന്ന്. ഉണ്ണിനും വൈഫിനും രക്ഷപ്പെടാൻ സാധിക്കാതെ പോയതിന് പിന്നിലും ചെയ് തന്നെയാണെന്ന് വാങ്സു പറയുകയാണ്. കുളിക്കടവിൻ്റെ അതിലെയുള്ള ആ ഒരു ഗുഹ ആദ്യമായി ഹെയ്സുവിനെ കാണിച്ചു തന്നതെല്ലാം ചെയ് തന്നെയായിരുന്നു. ചെയ്ക്ക് ആ ഒരു വഴിയെല്ലാം അറിയാമായിരുന്നു. അതിനുശേഷം ചെയ് തന്നെയാണ് ആ ഒരു വഴിയെക്കുറിച്ച് വൂക്കിനോട് പറഞ്ഞു കൊടുത്തതും. വൂക്കൊരിക്കൽ ഹെയ്സുവിന് വേണ്ടി ആ ഒരു ഗുഹയിൽ കാത്തു നിന്നതും അന്ന് ചെയ്യാണ് ഈ ഒരു ഗുഹയെക്കുറിച്ച് പറഞ്ഞു തന്നതെന്ന് വൂക്ക് പറഞ്ഞതും ഹെയ്സു ഓർക്കുന്നു. ഉണ്ണി ഈ ഒരു പാലസിലാണ് ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ണിനെ രക്ഷപ്പെട്ടു പോകാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ എന്ന കാര്യം വൂക്കിന് അറിയാമായിരുന്നു. ആ ഗുഹയ്ക്കപ്പുറം ചെങ് കാത്തു നിന്നപ്പോഴത്തേക്കുമായിരുന്നു അവിടേക്ക് കുറേ സൈനികരെല്ലാവരും എത്തി ഉണ്ണിന് ആ ഒരു വഴിയിലൂടെ പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ചെങ് മനസ്സിലാക്കിയത്. മാത്രമല്ല അതുകൊണ്ടാണ് ഉണ്ണിനും വൈഫിനും മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടതായിട്ട് വന്നതും. വാങ്സു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഹെയ്സു അംഗീകരിക്കുകയാണ്. പക്ഷേ ഹെയ്സു പറയുന്നു ചെയ്ത ഒരേ ഒരു തെറ്റ് അവൾ ഒരു അടിമയായി ജനിച്ചതാണെന്ന്. കഴിഞ്ഞതൊന്നും ഓർക്കാതെ നീ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് വാങ്സു പോവുകയാണ്. അപ്പോഴാണ് തുണിയിൽ എഴുതിയ ഒരു ലെറ്റർ ഹെയ്സുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഇത്രയും നാളും അവിടെ ഉണ്ടായിരുന്നതല്ല, പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹെയ്സു അതിനടുത്തേക്ക് പോയി അത് നോക്കുന്നു. വാങ്സു പറയുകയാണ്, ഇപ്പോൾ എല്ലാത്തിനും കാരണം ബുക്കാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. എനിക്കിനി ആരാണ് മിച്ചമുള്ളത്? ബേക്കയും ഹെയ്സുവും മാത്രമാണ്. ഇത്രയും കാലം എന്നെ എല്ലാവരും ഒരു മോൺസ്റ്ററായി കണ്ടപ്പോൾ പോലും ഹെയ്സു എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളും എന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിനെല്ലാത്തിനും കാരണം ബുക്ക് മാത്രമാണ്. ഞാൻ ഒരിക്കലും ബുക്കിനെ വെറുതെ വിടുകയില്ല. ഹെയ്സു ആ ഒരു കത്ത് തുറന്നു നോക്കുമ്പോൾ അത് എഴുതിയതാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ പണ്ട് ഹെയ്സുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുടെ പേര് എഴുതാനും വായിക്കാനും അല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്ക്ക് അറിയില്ല എന്ന്. നീ എന്നോട് എത്രമാത്രം നുണ പറഞ്ഞുവെന്ന് ഹെയ്സു ഓർക്കുകയാണ്.
എങ്കിലും ഹേസു അത് വായിക്കുന്നു. അതിൽ എഴുതിയിരിക്കുകയായിരുന്നു, എല്ലാ സത്യങ്ങളും ഹേസുവിനോട് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാവകാശം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ മരണം അടുത്തെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുട്ടിയായിരുന്നപ്പോൾ ചൈ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ എല്ലാവരോടും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ ചെയ്ക്കൊന്നും കൊടുത്തില്ല. അതിനുശേഷം അങ്ങോട്ട് വുണ്ണെത്തുകയാണ്. വുണ്ണെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു സിൽവർ കോയിൻ എടുത്ത് ചെയ്ക്ക് കൊടുക്കുന്നു. ചെയ്യത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നീട് വുണിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്തായിരുന്നു വുൺ ചെയ്നെ എഴുതാനും വായിക്കാനുമൊക്കെ പഠിപ്പിച്ചത്. ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അതിൽ എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നില്ല. ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ഹേസുവിനോട് മാത്രമാണെന്നും ചെയ് എഴുതിയിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് റൂമിലേക്ക് എത്തുന്ന വാങ്സോ ഹെയ്സുവിന്റെ കയ്യിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു മാസ്കുമായിട്ടിരിക്കുന്ന യോൻഹെനെ കാണുന്നു. ഹെയ്സു എന്ന് വിളിച്ച് വാങ്സോ അടുത്തേക്ക് പോവുകയും കിസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ അത് യോൻഹയാണെന്ന് വാങ്സോ മനസ്സിലാക്കുന്നു. യോൻഹെനെ കണ്ടു കഴിയുമ്പോൾ തന്നെ യോൻഹെനെ തള്ളി മാറ്റുകയാണ് വാങ്സോ ചെയ്യുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് വാങ്സോ പറയുമ്പോൾ യോൻഹ പറയുകയാണ്, ക്വീൻ്റേതായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും ചെയ്തോളാൻ എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് തന്നെയാണ് ഒരു മകനെ വേണ്ടതും. അത്രയും പറഞ്ഞ വാങ്സുനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും വാങ്സു ചോദിക്കുകയാണ്, വൂക്കിനും നിന്റെ ഫാമിലിക്കുമെതിരായി നീ നിൽക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ അത് ചെയ്യുമോ? നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഇവിടെ ഒരു ക്വീൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നീ ആയിരിക്കും. നമ്മുടെ മകനെ ഞാൻ ക്രോൺ പ്രിൻസ് ആക്കുകയും ചെയ്യും. അതുവഴി നിനക്ക് ക്വീൻ മദറും ആകാൻ സാധിക്കും. വാങ്സോ നൽകിയ ആ ഒരു ഹെയർ പിന്നും കയ്യിൽ പിടിച്ച് ഹേസു നിൽക്കുകയാണ്. ബേക്കായി എത്തുമ്പോൾ ഹേസു പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ സ്നേഹിച്ച ആൾ തന്നെ എൻ്റെ കുഞ്ഞനിയത്തിയെ കൊന്നു. അപ്പോൾ ബേക്ക പറയുകയാണ്, ചെയിനെ വാങ്സോയ്ക്ക് പണ്ട് തന്നെ സംശയമുണ്ടായിരുന്നു. ചെയ്ക്ക് അപകടമുണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വാങ്സോ രാജാവായപ്പോൾ തന്നെ ചെയിനെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് ചെയിൻ നിന്നോട് ഇവിടെ നിന്നും പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ നീ തന്നെ ആയിരുന്നു വാങ്സോയോട് വന്ന് ആ കാര്യം പറഞ്ഞതും. നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു ചെയിനെ ഇവിടെ നിർത്തിയതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൾ മരിക്കേണ്ടി വന്നതുമെന്നും ബേക്ക പറയുന്നു. എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇത്രയും ക്രൂരമായ ഒരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഹെയ്സ് പറയുകയാണ്. അവൾ സ്നേഹിക്കാൻ പാടില്ലാത്ത ഒരാളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടായതെന്നും ഹെയ്സ് പറയുന്നു. ഞാൻ നിന്നോട് അവസാനമായി ഒരാഗ്രഹം കൂടി പറയുകയാണെന്ന് ബേക്കായോട് ഹെയ്സ് പറയുകയാണ്. ഹെയ്സുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹെയർ പിൻ ഹെയ്സു ബേക്കായ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ചെങ്ങിൻ്റെ കയ്യിൽ കൊടുക്കണം, ഞാനത് ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും വേണം. ഹെയ്സു എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും ബേക്കയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ബേക്ക അത് മേടിച്ചതിന് ശേഷം ഞാൻ ചെങ്ങിനെ അറിയിക്കാമെന്ന് പറയുന്നു. ഡമികൊണ്ട് കുളിക്കടവിൽ നിരാശയോടെ ഇരിക്കുകയായിരുന്നു ഹെയ്സു. ഹെയ്സുവിൻ്റെ അടുത്തേക്ക് വാങ്സോ എത്തുകയാണ്. ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് വാങ്സോ പറയുന്നു. വാങ്സോ ഹെയ്സുവിന് എണീക്കാനായി കൈ നീട്ടുകയാണ്. പക്ഷെ ആ ഒരു കൈ നോക്കി ഹെയ്സു പറഞ്ഞത് ഇതായിരുന്നു, എനിക്കിനി ആ ഒരു റൂമിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുകയില്ല. നീ ചെയിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അവൾ എപ്പോഴും നിന്നെ വിഡ്ഢിയാക്കുക മാത്രമാണ് ചെയ്തതെന്ന് വാങ്സോ പറയുകയാണ്. അവൾ എന്നെ ചതിച്ചുവെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് ഹെയ്സുവും പറയുന്നു. നിനക്ക് എന്നേക്കാൾ വിശ്വാസം അവളെ ആണോ എന്ന് വാങ്സ് ചോദിക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, എനിക്കിനിയും ഈ പാലസിൽ നിൽക്കണമെന്നില്ല, ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന്. അപ്പോൾ എൻ്റെ കാര്യമോ? നീ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുവദിക്കുമെന്നാണോ നീ വിചാരിച്ചത്? നിനക്കൊരിക്കലും എന്നെ വിട്ടു പോകുവാൻ സാധിക്കുകയില്ല എന്ന് വാങ്സോ പറയുന്നു. വാങ്സോ തിരിച്ച് റൂമിലെത്തുമ്പോൾ വാങ്സോയുടെയും യോൻഹയുടെയും വിവാഹത്തിൻ്റെ അന്ന് ഹെയ്സ് ധരിച്ചിരുന്ന ആ ഒരു വിവാഹ വസ്ത്രം അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. യോൻഹോ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർക്കുകയാണ്, വാങ്സോ യോൻഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ഫാമിലിനെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ എൻ്റെ ഒരേ ഒരു ക്വീനാകുമെന്ന്. എനിക്കുണ്ടാകുന്ന മകനെ വാങ്സോ ഉറപ്പായിട്ടും ക്രൗൺ പ്രിൻസ് ആക്കും. അതുവഴി കോറിയോടെ മുഴുവൻ അധികാരി എൻ്റെ മകനാവുകയും ചെയ്യും. ഇതിലും നല്ലൊരു ഡീല് ഇനി വരാനില്ല എന്ന് യോൻഹ സ്വയം പറയുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതിന് പകരം വാങ്സോയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് യോൻഹ തീരുമാനിക്കുന്നു. ചോയ്ച്ചിയുടെ കയ്യിൽ ചൈയുടെ കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇത് അവളുടെ വീട്ടുകാരെ ഏൽപ്പിക്കണമെന്ന് ഹെയ്സ് പറയുന്നു. ചോയ്ച്ചിനെ കണ്ടതോടെ വുണ്ണും കൂടി അങ്ങോട്ട് എത്തുകയാണ്. വുണ്ണിനോട് ചെയ് മരിച്ച കാര്യം ഹെയ്സ് പറയുകയാണ്. നീ കാരണമാണ് അവൾ മരിച്ചതെന്നും നിനക്കതിൽ കുറ്റബോധമൊന്നും തോന്നുന്നില്ലേ എന്നും ഹെയ്സ് ചോദിക്കുകയാണ്. രാജാവിൻ്റെ ജോലിക്കാരിക്ക് എന്നോടിങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ത് അധികാരമാണ് ഉള്ളതെന്നായിരുന്നു വുൺ തിരിച്ചു ചോദിച്ചത്. ഹെയ്സുവിനെ അങ്ങനെയൊന്നും വിളിക്കുന്ന ഹെയ്സുവും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഈ ഒരു സംഭവം വാങ്സോയും അറിയുകയാണ്. അതുകൊണ്ട് തന്നെ വാങ്സോ ഹേസുവിനെ വിളിപ്പിച്ചതിന് ശേഷം പറയുന്നു, നിനക്ക് ഞാൻ വേറൊരു അധികാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ക്വീൻ്റെ തൊട്ട് താഴെയുള്ള പദവി. ആ ഒരു പദവിയിലിരിക്കുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ സെക്കൻഡ് ക്വീൻ ആകുമെന്നും ഹേസുവിനോട് പറയുന്നു. അങ്ങനെയുള്ള ഒരു പദവിയുടെയും ആവശ്യം എനിക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു ഹേസു പറഞ്ഞത്. നിനക്കൊരിക്കലും എന്നെ വിട്ടു പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. പിന്നെയും എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ എത്രയോ വർഷങ്ങളായി അടുപ്പത്തിലാണ് എന്നും വാങ്സോ പറയുന്നു. പിന്നീട് ഹെയ്സുവിൻ്റെ കൈ പിടിച്ചതിന് ശേഷം വാങ്സോ പറയുകയാണ്, ജീവിതാവസാനം വരെ നീ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന ഈ ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ ഈ റിലേഷൻഷിപ്പ് നിർത്തുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വാങ്സോ പറയുമ്പോൾ വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന ഹെയ്സുവിൻ്റെ കൈ ഹെയ്സ് വലിക്കുകയാണ്. വൂക്കിൻ്റെ അടുത്ത പദ്ധതി ഉണ്ടാക്കുകയാണ്. വാങ്സോയുടെ കൂടെ വാങ്സോയുടെ ആളായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വാങ്സോനെ ചതിക്കാനാണ് വൂക്ക് നോക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ വാങ്സോയ്ക്കെതിരായിട്ട് നിർത്താൻ പോകുന്ന ഇര എന്ന് പറയുന്നത് ബേക്ക ആയിരിക്കും. മാത്രമല്ല ബേക്കാനെ വാങ്സോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തവണ ബേക്കാനെ തിരഞ്ഞെടുത്തതും. നമ്മൾ വാങ്സോയ്ക്കെതിരാണെന്ന് അറിയിക്കുകയാണെങ്കിൽ ഒരിക്കലും ബേക്ക നമ്മളെ സഹായിക്കുകയില്ല. വൂഹിയും ബേക്കായും തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് വൂഹിനെ ഒരു ഫാമിലി ദത്തെടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും അവർ വിവാഹം കഴിക്കാത്തതെന്നും വൂക്ക് വുഡിനോട് ചോദിക്കുന്നു. ബേക്കായും വൂഹിയും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് വൂഹിയുടെ കൂടെ ഉണ്ടായിരുന്ന ബേക്ചയിലെ കുറേയധികം ആളുകളെ എല്ലാവരെയും കൊന്നിട്ട് ഓരോ കമ്പിലായി കെട്ടിവെച്ചിരിക്കുന്നത് അവർ കാണുന്നത്. ബേക്ചയിലെ ആളുകൾ പണക്കാരായിട്ടുള്ള കുറേയധികം ആളുകളുടെ വീടെല്ലാം കത്തിച്ചു എന്ന് ചോദിച്ചും കിങ്ങിനെ അറിയിക്കുകയാണ്. ഇനിയും മിച്ചമുള്ള ശക്തരായിട്ടുള്ള ഫാമിലീസ് എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സോൾജേഴ്സിനെ അവരെ സഹായിക്കാനായി എത്തിക്കണമെന്നും ബുക്ക് പറയുന്നു. പക്ഷേ സോൾജേഴ്സിനെ അയക്കുകയാണെങ്കിൽ ബേക്ചയിലുള്ള അടിമകൾക്കെല്ലാവർക്കും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വാങ്സോ പറയുന്നു. ഇപ്പോൾ ആ അടിമകളെ സഹായിക്കുന്നതിന് പകരം പവർഫുൾ ആയിട്ടുള്ള ഫാമിലീസിനെയാണ് സഹായിക്കേണ്ടതെന്ന് വൂക്ക് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സോൾജേഴ്സിനെ വിടാമെന്ന് വാങ്സോ സമ്മതിക്കുന്നു. എങ്കിലും അവരുടെ ഒന്നും കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകമായ നിർദ്ദേശവും കൊടുക്കുകയാണ്. ആ സോൾജേഴ്സിന് എല്ലാവർക്കും നേതൃത്വം കൊടുക്കാനായിട്ട് ബേക്കേനെ അയക്കണമെന്ന് വൂക്ക് പറയുകയാണ്. ബേക്ക ഇന്നേ വരെ ഒരു വാള് പോലും കൈകൊണ്ട് എടുത്തിട്ടില്ല എന്ന് ചോദിച്ചും പറയുന്നു. ഗോറിയോയിലെ ആളുകളെക്കാളും കൂടുതലായിട്ട് ബേക്ക സ്നേഹിക്കുന്നത് ബേക്ചയിലെ ആളുകളെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ബേക്ചയിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ബേക്ക തന്നെ നിർദ്ദേശിച്ച് ഒരു ഫാമിലി അവരെ ദത്തെടുത്തതൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ബേക്ക പറഞ്ഞാൽ മാത്രമേ ബേക്ചയിലെ ആളുകൾ കേൾക്കുകയുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും ബേക്കയ്ക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ ഞാൻ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് വാങ്സോ പറയുകയാണ്. അതിനുശേഷം ബേക്ക അകത്തേക്ക് കയറി വരികയാണ്. മൂക്ക് പറയുന്നു, ബേക്ക ഇപ്പോഴെങ്കിലും ഇവിടെയുള്ള സോൾജേഴ്സിന് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കിരീടം തന്നെ രാജാവിന് നഷ്ടമാകുന്നതാണെന്ന്. വാങ്സോ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ബുക്ക് പറഞ്ഞ കാര്യത്തോട് യോജിച്ച് നിൽക്കുകയായിരുന്നു ബേക്ക. സൈനികരുടെ എല്ലാവരുടെയും കൂടെ ഞാനും പോകുന്നതാണ്. ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ വാങ്സോയുടെ കൂടെ മാത്രമാണ് എന്നും ബേക്ക പറയുന്നു. ബേക്ക അന്ന് രാത്രി വൂഹിക്ക് മുടിയെല്ലാം കെട്ടിക്കൊടുക്കുന്നു. നമ്മൾ ഇതുവരെയും ഒഫീഷ്യലായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്തു തീർക്കാനായി കുറച്ച് കടമകളൊക്കെ ഉണ്ട്. അതിനെല്ലാം ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നെ വിവാഹം കഴിക്കുന്നതാണെന്ന് ബേക്ക പറയുന്നു. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ജീവനോടെ തന്നെ തിരിച്ചെത്തുമെന്നും ബേക്ക വാക്ക് നൽകുകയാണ്. അതിനുശേഷം അവർ കിസ് ചെയ്യുകയും ചെയ്യുന്നു. ബേക്ചയിലെ ആളുകൾ എല്ലാവരും കൂടി നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് കിങ് അവിടെ വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ അവർ കാണുന്നത്. ബേക്ചയിലെ ആളുകളാണെന്നുള്ള പേരിൽ ഇനി ഒരിക്കലും അവരെ ഉപദ്രവിക്കില്ല എന്നും ഇനി മുതൽ ബേക്ചയിലെ ആളുകളും കോറിയോയിലെ ആളുകളും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരെയും കോറിയോയിലെ ആളുകളായി തന്നെ കാണുമെന്നും അതിലുണ്ടായിരുന്നു. കിങ് ഇതെല്ലാം വെറുതെ പറയുന്നത് മാത്രമാണ്. ഒരിക്കലും നമ്മളവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞതിന് ശേഷം അവർ പാലസിലേക്ക് നടക്കുകയാണ്. ബേക്ക വാളെടുക്കാൻ നേരത്ത് തന്നെ കയ്യിൽ നിന്നും വാള് താഴേക്ക് പോവുകയാണ്. മാത്രമല്ല ജെങ് ബേക്കാനെ പഠിച്ചിട്ടെല്ലാം ഇടിയിക്കുകയും ചെയ്യുന്നു. നീ ജീവനോടെ തന്നെ മടങ്ങി എത്തണമെന്ന് ബേക്കായോട് ജെങ് പറയുകയാണ്. ഞാനന്ന് തന്നുവിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയർ പിൻ നിനക്ക് കിട്ടിയോ എന്ന് ബേക്ക ചോദിക്കുന്നു. അതെനിക്ക് ഹെയ്സു നൽകിയതായിരുന്നു. മാത്രമല്ല ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഹെയ്സു എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയ്സുവിന് ഇനിയും പാലസിൽ നിൽക്കാൻ ആഗ്രഹമില്ല എന്നുള്ള കാര്യം ജെങ്ങിന് മനസ്സിലാവുകയാണ്. ഇന്ന് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്കൊരു കാര്യം മാത്രം നിന്നോട് പറയാനായിട്ടുണ്ട്. ഇത്രയും കാലം നീ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഹെയ്സുവിനും കിങ്ങിനും നല്ലൊരു സുഹൃത്തായിട്ട് ഇനിയും ഉണ്ടാകണമെന്ന്.
നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മാത്രമായിരുന്നു ചെങ് പറഞ്ഞത്. അതിനുശേഷം ചെങ് പോവുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും മുകളിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ ബേക്കായും മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ വൂഹി മുകളിൽ നിൽക്കുന്നത് ബേക്ക കാണുന്നു. വൂഹി നിന്നിടത്ത് ഒരു ബാനർ കൂടി ഉണ്ടായിരുന്നു. ഗോറിയോ, ബേക്ചെ, സില്ല ഈ 3 രാജ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാനർ എഴുതിയിരുന്നത്. ബേക്ചയിലെ ആളുകൾ എല്ലാവരും ആ ഒരു പാലത്തിന് മുമ്പിൽ എത്തിയപ്പോഴത്തേക്കും വൂഹി അവിടെ നിൽക്കുന്നത് കാണുകയാണ്. വൂഹിയോട് അവിടെ നിന്നും ഇറങ്ങണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താഴെ നിന്നിരുന്ന ബേക്കായും ഓടി മുകളിലേക്ക് ചെല്ലുകയാണ്. നീ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവിടെ നിന്നും ഇറങ്ങാനൊക്കെ ബേക്ക എത്തിയതിനു ശേഷം വൂഹിയോട് പറയുന്നു. ബേക്കായോട് തിരിഞ്ഞു നിൽക്കാൻ വൂഹി പറയുകയാണ്. ബേക്കായോട് പറഞ്ഞതുപോലെ തന്നെ ബേക്ക തിരിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ നീ ഇത് കാണുകയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കുവാൻ സാധിക്കില്ല എന്ന് വൂഹി പറയുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം വൂഹി അവിടെ നിന്നും താഴേക്ക് വീഴുകയാണ്. അങ്ങനെ വൂഹി താഴേക്ക് വീണ് കഴിയുമ്പോഴത്തേക്കും ഒരു വോയിസ് ഓവറും കൂടി കേൾപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ കർത്തവ്യങ്ങളും മറന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് ജീവിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. എൻ്റെ പേരൻസിൻ്റെ വാക്കെല്ലാം ഞാൻ ധിക്കരിക്കാൻ ഒരുങ്ങി. എന്നെ അമ്മയെപ്പോലെ കണ്ട എൻ്റെ ആളുകളെ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. ഗോറിയോയും ബേക്ചയും, ഗോറിയോ സ്ഥാപിച്ച ടൈച്ചോയും ബേക്ചയും രൂപീകരിച്ച ജിയോണും ഈയുള്ള ജനങ്ങളോടൊക്കെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയായിട്ട് ഞാൻ മരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു മരണത്തിന് വേണ്ടി ആയിരിക്കും ഞാൻ ജനിച്ചത് പോലും. വൂഹി യഥാർത്ഥത്തിൽ വൂഹിയുടെ ആളുകളെയുമായി ഇവിടെ എത്തിയത് ടൈജോയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഗോറിയോടെ അടിമകളായി പോയ ആ ആളുകളെ സഹായിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമമായിരുന്നു വൂഹിക്കുണ്ടായിരുന്നത്. ബേക്ക ഉണ്ടായിരുന്നത് വാങ്സോട് കൂടെയായിരുന്നു. പക്ഷെ ബേക്ചയിലെ ആളുകളെ ഒരിക്കലും വൂഹിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഒരു പ്രിൻസസ് എന്ന നിലയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമത്തിലാണ് വൂഹി ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. വൂഹി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഹെയ്സും അതുപോലെ തന്നെ വാങ്സോയും അറിയുകയാണ്. മരിച്ചു കിടക്കുന്ന വൂഹിയുടെ അടുത്ത് തന്നെ ചെങ് ഇരിക്കുന്നു. ചെങ് വൂഹിനെ ഒരുപാട് വിളിച്ച് ഇണയിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന വൂഹിയുടെ ഒരു വോയിസും കൂടി കേൾപ്പിക്കുകയാണ്. വൂഹിയുടെ ചിത്രങ്ങളെല്ലാം ബേക്ക വരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി ബേക്ക ഇരിക്കുകയായിരുന്നു. വൂഹിയും ബേക്കായും കൂടി ഉണ്ടായിരുന്ന ചില ഓർമ്മകളും കൂടി ബേക്ക ഓർത്തെടുക്കുകയാണ്. അവസാനമായി ബേക്ക വൂഹിക്ക് മുടികെട്ടി കൊടുത്തപ്പോൾ വെച്ചിരുന്ന ആ ഒരു ഹെയർ പിന്നും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ബേക്ക ഇരുന്നിരുന്നത്. നിന്നോട് എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും പറയാതെ വൂഹി മരിച്ചതെന്നായിരുന്നു ഹെയ്സു ബേക്കായോട് ചോദിച്ചത്. തെറ്റെല്ലാം എൻ്റെ ഭാഗത്ത് മാത്രമാണ്. അവളെ യഥാർത്ഥത്തിൽ ഹാപ്പി ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവളെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു എന്ന് ബേക്ക പറയുമ്പോൾ അവൾ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് ഹെയ്സു പറയുകയാണ്. അവൾ പോയാൽ നമ്മൾ എത്രത്തോളം വിഷമിക്കുന്നുള്ള കാര്യം പോലും അവൾ ചിന്തിച്ചില്ലല്ലോ എന്ന് ഹെയ്സു പറയുന്നു. കിങ്ങിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ബേക്ക കിങ്ങിന് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഊഹി പറഞ്ഞിട്ടായിരുന്നു ഞാൻ ബേക്ചയിലെ ആളുകളെല്ലാവരെയും കൊറിയയിലെ ആളുകളാക്കാമെന്ന് പറഞ്ഞത്. മാത്രമല്ല വൂഹി ബേക്ചയിലെ പ്രിൻസസ് ആണെന്നുള്ള കാര്യവും എനിക്കറിയാമായിരുന്നു. വൂഹി നിന്നെ രക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി അവൾ മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് നിന്നെ രക്ഷിക്കണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വാങ്സോ പറയുന്നു. വാങ്സോ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ പോലും എനിക്കിനിയും വാങ്സോയുടെ കൂടെ നിൽക്കുവാൻ സാധിക്കുന്നില്ല. ബേക്ക അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് വാങ്സോ പറയുകയാണ്. പക്ഷേ തെറ്റ് എൻ്റെ ഭാഗത്ത് മാത്രമാണെന്ന് ബേക്ക പറയുന്നു. ഒരുപാട് വർഷം രാജാവായി തന്നെ തുടരാൻ സാധിക്കട്ടെ എന്നും ബേക്ക പറഞ്ഞിട്ട് പോവുകയാണ്. ബേക്കയോട് പോകരുതെന്നൊക്കെ വാങ്സോ പറയുന്നുണ്ടെങ്കിൽ പോലും ബേക്ക അതൊന്നും കേൾക്കാതെ പോവുകയായിരുന്നു. നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുന്നോ എന്ന് യോൻഹയോട് വാങ്സോ ചോദിക്കുകയാണ്. ഉറച്ചു നിൽക്കുന്നു എന്ന് യോൻഹയോ മറുപടി നൽകുന്നു. പിറ്റേന്ന് വൂക്ക് കിങ്ങിന് നൽകാനായിട്ട് ഒരു പക്ഷിയെല്ലാമായിട്ട് പോവുകയാണ്. വൂക്കിന് വാങ്സോനെ വളരെയധികം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വൂണ്ടും കുറേയധികം സന്തോഷിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ തന്നെ എനിക്കത് തുറന്ന് കാണണമെന്ന് വാങ്സോ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് തുറന്നു നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മരിച്ചു പോയിട്ടുള്ള ഒരു പക്ഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ ആദ്യമായി ടൈജോനെ കാണിച്ച സമയത്ത് ഇങ്ങനൊരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മരിച്ചു പോയിട്ടുള്ള പക്ഷീനെ കിങ്ങിന് കൊടുക്കുന്നത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. വൂക്കത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിശയിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ പറയുകയാണ്, വൂക്കി ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ വൂക്കിന് നൽകേണ്ടതാണ്. നീ തന്നെയാണ് അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് നിൻ്റേത് മാത്രമാണെന്ന് വുണ്ണും പറയുന്നു.
രാജാവിന് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണമെന്ന് വാങ്സോ പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രമുണ്ടായ കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന് വുക്ക് പറയുന്നു. പക്ഷേ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിന്റെ ജീവിതം കൊണ്ട് തന്നെ തീർക്കേണ്ടി വരുമെന്ന് വാങ്സോ പറയുന്നു. വൂക്കിൻ്റെ അമ്മ യോൻഹയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം വൂക്കിന് സംഭവിച്ച ദുരവസ്ഥയെക്കുറിച്ചൊക്കെ പറയുകയാണ്. നീ ഈ രാജ്യത്തിൻ്റെ ക്വീനല്ലേ, നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വൂക്കിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് യോൻഹയോട് പറയുന്നു. പക്ഷേ യോൻഹ പറയുകയാണ്, ഇനിയും നിങ്ങൾ എന്നെ വെറുമൊരു മകളായി കാണരുത്. ഞാൻ ഈ രാജ്യത്തിൻ്റെ തന്നെ ക്വീനാണ്. എനിക്ക് ആലോചിക്കാനും ചെയ്യാനുമായിട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. വൂക്കിൻ്റെ കാര്യം വെറും ചെറുത് മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ വൂക്കിപ്പോൾ അനുഭവിക്കുന്നത് അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്നും യോൻഹ പറയുന്നു. വാങ്സോ ആ ഒരു സിംഹാസനത്തിൽ ഇല്ലെങ്കിൽ പോലും അവിടേക്ക് നോക്കിക്കൊണ്ട് വിഷമിച്ചു നിൽക്കുകയായിരുന്നു വൂക്ക്. വാങ്സോയുടെ അടുത്തേക്ക് ഹെയ്സ് ചെന്നതിന് ശേഷം വൂക്കിനെ ശിക്ഷിക്കരുതെന്നും വൂക്കിനെ ആരോ ചതിച്ചതാണെന്നും പറയുന്നു. എങ്കിലും വാങ്സോ അത് കാര്യമാക്കാതെ നടന്നു പോകുമ്പോഴത്തേക്കും ഹെയ്സു മുട്ടിൽ നിൽക്കുകയും ചെയ്യുന്നു. നിനക്ക് മുട്ടിന് വയ്യാത്തതെന്ന് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വാങ്സോ കൂടി മുട്ടിൽ നിൽക്കുന്നു. ഹെയ്സുവിനെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, നിങ്ങൾ ഒരു ബ്രദേഴ്സിനെയും ഉപദ്രവിക്കുകയില്ല എന്ന് എനിക്ക് വാക്ക് നൽകിയതാണ്. മാത്രമല്ല ആ ഒരു പക്ഷിനെ കൊന്നിട്ട് അതിൻ്റെ പേരിൽ കുറ്റമെല്ലാം ആരോപിച്ചതിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന്. ഞാൻ അവനെ ശിക്ഷിക്കാതിരിക്കാനായി എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് വാങ്സോ ചോദിക്കുന്നു. നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ, വഗ്മു മരിച്ചതിന് പിന്നിൽ ഒരേ ഒരു കാരണക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, അത് വൂക്കാണ്. ഉണ്ണും വൈഫും മരിക്കാനുള്ള കാരണവും വൂക്ക് തന്നെയാണ് കണ്ടെത്തിയത്. മാത്രമല്ല നമ്മൾ രണ്ടുപേരെയും പിരിക്കാനും വൂക്ക് ഒരുപാട് ശ്രമിച്ചതല്ലേ, അതെല്ലാം നടന്നതുമല്ലേ. അവസാനമായി ബേക്കാനെ കൊല്ലാനായിരുന്നു വൂക്കിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് സോൾജേഴ്സിനെല്ലാവരും നേതൃത്വം വഹിക്കാനായിട്ട് ബേക്ക തന്നെ എത്തണമെന്ന് വൂക്ക് പറഞ്ഞത്. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനെ കൊടുക്കുവാൻ ഇങ്ങനൊരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയത്. ഹെയ്സ് പറയുകയാണ്, ഭാവിയിൽ നിങ്ങൾ നല്ലൊരു രാജാവായിട്ട് വേണം അറിയപ്പെടാൻ. അല്ലാതെ സഹോദരന്മാരെ കൊന്ന ക്രൂരനായിട്ടുള്ള ഒരു രാജാവായിട്ട് ഒരിക്കലും അറിയപ്പെടരുതെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി പോകുമെന്നും പറയുന്നു. നിനക്ക് വേണ്ടി മാത്രം ഞാൻ വൂക്കിനെ കൊല്ലാതെ വിടാം. പക്ഷേ അവൻ വെളിയിലേക്ക് ഇറങ്ങിയാൽ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത രീതിയിലായിരിക്കും അവനുണ്ടാവുക. ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന പണിഷ്മെൻറ്റും ഇത് തന്നെയാണ്. അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ അവിടെ തന്നെ നരകിച്ച് കഴിയണം. ഈ ഒരു ശിക്ഷ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ഒരിക്കലും പെട്ടെന്ന് മരിക്കുവാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നരകിച്ചു വേണം അവൻ കഴിയാനെന്നും വാങ്സോ പറയുന്നു. അതിനുശേഷം വാങ്സോ ചിരിക്കുമ്പോൾ ഹേസ് പോലും പേടിയോടെയായിരുന്നു വാങ്സോനെ നോക്കിയത്. അടുത്തതായി ലൈബ്രറിയിൽ ഇരിക്കുന്ന വൂക്കിനെ കാണിക്കുന്നു. വൂക്കിരിക്കുന്നതിന് വെളിയിലായിട്ട് ഒരുപാട് സോൾജേഴ്സ് വൂക്കിന് കാവലും നിൽപ്പുണ്ട്. ഡമ്മി കൊണ്ട് കുളിക്കടവിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു ഹെയ്സു. ഹെയ്സുവിനെ കാണാൻ യോൻഹ എത്തുകയാണ്. ഇതുവരെ നടന്ന എല്ലാ കാര്യത്തിനും ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ, അത് നീ മാത്രമാണ്. വൂക്ക് മാറിയതിന് പിന്നിലും നീയാണ്. നീ ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ നീ വൂക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്സോനെ സൂക്ഷിക്കണമെന്ന്. അന്നു മുതലാണ് വൂക്ക് മാറിത്തുടങ്ങിയത്. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വാങ്സോ രാജാവാകുമെന്ന് വൂക്കും വിശ്വസിച്ചിരുന്നു. വൂക്ക് നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മറ്റൊരാളെ രാജാവായിട്ട് കാണണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം. അതായിരുന്നു വൂക്ക് ഏറ്റവും കൂടുതൽ വെറുത്തതും. ഞാൻ വൂക്കിനോട് രാജാവാകണമെന്ന് ആവശ്യപ്പെട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൂക്ക് രാജാവാകണമെന്ന് ആഗ്രഹിച്ചത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യത്തിനും പിന്നിൽ നീ മാത്രമാണെന്നും യോൻഹോ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഹെയ്സു കുറേയധികം കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. യോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും പിന്നിൽ ഹെയ്സു ആണെന്ന്. ഹെയ്സു വന്ന് വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാട് മായ്ക്കുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ പോലും ഇങ്ങനെയായി പോയതെന്ന് യോ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഹെയ്സു ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ റെയിൻ റിച്വലിന് പങ്കെടുത്തതിന് ശേഷം മഴയെല്ലാം വരുത്തി യോയ്ക്ക് രാജാവാകുവാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ വാങ്സോനെ സൂക്ഷിക്കണമെന്നും വാങ്സോയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും മരണപ്പെടുമെന്നും ഹെയ്സു തന്നെയായിരുന്നു വൂക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. മാത്രമല്ല ഹെയ്സു നേരത്തെ തന്നെ ഫ്യൂച്ചറിൽ നടക്കുന്ന കുറേയധികം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ കണ്ട സമയത്ത് ആരൊക്കെയാണ് മരിക്കുന്നതെന്ന് അവരുടെ മുഖം കണ്ടില്ലെങ്കിൽ പോലും ടൈജോയും വഗ്മുവും യോയും മരിക്കുന്നത് ഹെയ്സു കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത രാജാവായി വാങ്സോ മാറുന്നതും ഹെയ്സു കണ്ടതാണ്.
വാങ്സോ ക്രൂരനായിരുന്നു എന്ന കാര്യം ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഹെയ്സു ഇത്രയേറെ പേടിച്ചിരുന്നതും. മാത്രമല്ല എല്ലാ സത്യങ്ങളും വാങ്സോയോട് തുറന്നു പറയാതെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എല്ലാത്തിനും പിന്നിൽ ഞാൻ മാത്രമാണ് എന്ന് ഹെയ്സുവിന് മനസ്സിലാവുകയാണ്. നീ ഒന്നിലും ഇടപെടാതിരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് യോൻഹ പറയുകയാണ്. പണ്ട് ചോയ്ജിയോട് ഞാൻ എന്തു ചെയ്യണമെന്ന് ഹെയ്സു ആവശ്യപ്പെട്ടപ്പോൾ ചോയ്ജിയും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു, നീ ഒന്നിലും ഇടപെടേണ്ട കാര്യമില്ല എന്ന്. നീ ഒന്നിലും ഇടപെടാതിരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ബുക്ക് മാറുകയില്ലായിരുന്നു. ഇത്രയേറെ ചെയ്തു വെച്ചിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, നിനക്ക് ജീവിച്ചിരിക്കുവാൻ ഒരവകാശവും ഇല്ല എന്നും യോൻഹ പറയുന്നു. അങ്ങനെ യോൻഹ എല്ലാ കുറ്റങ്ങളും ഹെയ്സുവിൻ്റെ തലയിലേക്കായിട്ട് വയ്ക്കുകയാണ്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ യോൻഹയാണെന്നാണ്. ഹെയ്സുവിനെയാണോ രക്ഷിക്കേണ്ടത് അതോ യോൻഹേനെയാണോ എന്നൊരു ചോദ്യം മൂക്കിന് മുമ്പിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മോൻ്റെ ടീയിൽ വിഷം കലർത്തിയ സമയത്ത്. അപ്പോൾ ഹെയ്സുവിൻ്റെ കൂടെ നിൽക്കാതെ മൂക്ക് നിന്നത് യോൻഹയുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പിന്നിൽ യോൻഹയാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഹെയ്സു യോൻഹ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയാണ്. വൂക്ക് മാറിയതുകൊണ്ടാണ് മോവും ഉണ്ണും ഉണ്ണിൻ്റെ വൈഫും മരിച്ചത്. ബെയ്ക്ക സ്നേഹിച്ചിരുന്ന ബൂഹീനെ ബെയ്ക്കയ്ക്ക് നഷ്ടമായി. ചെങ്ങിൻ്റെ ബ്രദറായിട്ടുള്ള യോയും പിന്നീട് ചെങ്ങിൻ്റെ അമ്മയായിട്ടുള്ള ക്വീനും മരിച്ചു. ചെങ്ങിന് അമ്മേനെ അവസാനമായി ഒന്ന് കാണുവാൻ പോലും സാധിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് എന്ന് ഹെയ്സു വിശ്വസിക്കുന്നു. ഹെയ്സുവിന് നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് വേദനയെല്ലാം കൂടുകയായിരുന്നു. അടുത്തതായി കിങ് ഗ്വാങ്ജോങ്ങിൻ്റെ പടം വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. വാങ്സോ ഒരുപാട് സ്നേഹിച്ച ഒരാൾക്ക് സമ്മാനമായി കൊടുക്കാനായിരുന്നു അത് വരച്ചത്. അപ്പോഴാണ് കിങ്ങിൻ്റെ അടുത്തേക്ക് ചെങ് എത്തുന്നത്. ചെങ്ങിനെ തടഞ്ഞുകൊണ്ട് ഒരുപാട് സൈനികരൊക്കെ എത്തുന്നുണ്ട്. നിനക്കിവിടെ വരാനുള്ള അനുമതി ഇല്ലാത്തതല്ലേ, പിന്നെ എന്തിനാണ് നീ വന്നതെന്ന് വാങ്സോ ചോദിക്കുകയാണ്. മരിച്ചുപോയ കിങ് എനിക്കൊരു അനുമതി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യോ എഴുതിയ ഒരു പേപ്പർ ജെങ് കാണിക്കുകയാണ് വാങ്സോനെ. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. യോ രാജാവായിരുന്ന സമയത്ത് ജെങ് ആയിരുന്നു മിലിറ്ററിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെങ്ങിൻ്റെ ധീരതയും നല്ല രീതിയിലുള്ള പ്രവർത്തനമൊക്കെ കണ്ടിട്ട് നീ എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു തരാമെന്ന് യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നെന്താണ് ചെങ് ആവശ്യപ്പെട്ടതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ കയ്യിലുള്ള ഒരു പത്രം വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന കിങ് പറഞ്ഞിരുന്നത് ഹെയ്സുവും ചെങ്ങും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കുകയാണെന്നായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഇതെല്ലാം ഫേക്കാണെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു പത്രം എടുത്ത് വലിച്ചെറിയുകയായിരുന്നു വാങ്സോ. അതിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് യോയുടെ തന്നെയാണെന്ന് മനസ്സിലാകുമെന്ന് ചെങ് പറയുന്നു. അഥവാ ഇത് യോ എഴുതിയതാണെങ്കിൽ പോലും ഞാനിതിന് സമ്മതിക്കില്ല എന്ന് വാങ്സോ പറയുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അവൾ എൻ്റേതാണെന്നുള്ള കാര്യം. ആ ഒരു വാക്കിലൂടെ ചെങ്ങിനോട് പിന്മാറാൻ പറയുകയായിരുന്നു വാങ്സോ. പക്ഷെ ചെങ് പറയുകയാണ്, ഇപ്പോഴും ഹെയ്സു നിങ്ങളുടെ ആരുമല്ല, നിങ്ങൾ ഇതുവരെ അവളെ വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളുടെ മേൽ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. കിങ് എനിക്കിങ്ങനെ എഴുതി തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ എല്ലാ മിനിസ്റ്റേഴ്സിനെയും അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. മാത്രമല്ല നിങ്ങളുടെ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കാത്തു നിൽക്കുന്നത്. അഥവാ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും എനിക്കൊരു കുഴപ്പവുമില്ല, ഹെയ്സു എൻ്റെ കൂടെയാണ് എന്ന് ചെങ് പറയുകയാണ്. എനിക്ക് ശിക്ഷ തരുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. ഹെയ്സുവും ഇപ്പോൾ ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ചെങ് പറയുന്നു. വാങ്സോ നേരെ ഹെയ്സുവിൻ്റെ അടുത്തെത്തിയതിന് ശേഷം പറയുകയാണ്, ഇപ്പോൾ ചെങ്ങെത്തിയതിന് ശേഷം എന്നോട് പറഞ്ഞു അവൻ നേരത്തെ ഉണ്ടായിരുന്ന കിങ്ങിൻ്റെ അടുത്ത് നിന്നും നിന്നെ വിവാഹം കഴിക്കാനുള്ള സമ്മതമെല്ലാം മേടിച്ചിട്ടുണ്ടെന്ന്. നിനക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിനക്കും അവനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ കള്ളം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹെയ്സു പറയുകയാണ്, ഇപ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്നുവെന്ന്. മരിച്ച കിങ്ങിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായാണ് പെരുമാറുന്നതെങ്കിൽ അത് വാങ്സോയ്ക്ക് ഒട്ടും നല്ലതല്ല എന്ന് കൂടി ഹെയ്സു ഓർമ്മപ്പെടുത്തുന്നു. വാങ്സോ ഹെയ്സുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഹെയ്സു പറയുകയാണ്, എന്നും നിങ്ങളെ കണ്ട് കണ്ട് ഇപ്പോൾ ഞാൻ ചെറുതായിക്കെ വെറുക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും നിങ്ങളെ പൂർണ്ണമായും വെറുത്തു പോകുമെന്ന്. ഞാൻ ഇനിയും ഇവിടെ തുടരുകയാണെങ്കിൽ വെറുപ്പ് മാത്രമേ മിച്ചമായി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് ഹെയ്സു പറയുന്നു. ഞാനിതൊരിക്കലും സമ്മതിക്കുകയില്ല എന്ന് വാങ്സോ പറഞ്ഞതിന് ശേഷം വാങ്സോ പോവുകയാണ്. റൂമിൽ ഹെയ്സുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാങ്സോ. അപ്പോൾ യോൻഹ എത്തിയിട്ട് പറയുകയാണ്, മരിച്ചുപോയ കിങ്ങിൻ്റെ ഉത്തരവ് പാലിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടമായി മാറും. നീ ഹെയ്സുവിനെ പറഞ്ഞു വിടാതിരിക്കുന്നതിന് പിന്നിലെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും യോൻഹ പറയുന്നു.
അവളെ വേണമെന്ന തീരുമാനത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിനക്ക് കിരീടം നഷ്ടമാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയിട്ടാണ് യോൻഹ പോകുന്നത്. വൂക്ക് ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ്. നേരത്തെ വൂക്ക് രാജാവില്ലാത്ത സിംഹാസനം നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വൂക്ക് പോകുന്നതിന് മുമ്പ് ഹെയ്സു വൂക്കിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. രാജാവ് വൂക്കിനെ കൊല്ലാതെ വിടാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഹെയ്സു പറയുകയാണ്. എനിക്ക് വേണ്ടി സഹായം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും നിന്നെ സംശയിക്കില്ലേ എന്ന് വൂക്ക് ചോദിക്കുമ്പോൾ നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഞാൻ ഇതായി ചെയ്യുകയുള്ളൂ എന്ന് ഹെയ്സുവും പറയുന്നു. കിരീടത്തിന് പിറകെയുള്ള നിന്റെ ഈ യാത്ര നീ അവസാനിപ്പിക്കേണ്ടതാണ്. ഇതുകൊണ്ട് നിനക്കും ബാക്കിയുള്ളവർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ തന്നെയാണ് ഇതെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് നീ തന്നെ വേണം ഇതെല്ലാം അവസാനിപ്പിക്കാൻ എന്നും ഹെയ്സ് പറയുന്നു. പിന്നീട് ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ആ ഒരു സിംഹാസനം നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം യോൻഹ വേഷമൊക്കെ മാറിയിട്ട് വൂക്കിനെ കാണാനെത്തുന്നു. ഇപ്പോൾ എനിക്ക് നിന്റെ സഹായം ആവശ്യമായിട്ടുണ്ട് എന്ന് യോൻഹ പറയുകയാണ്. യോൻഹയുടെ അനുമതിയോടെ വൂക്ക് വീട് വിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. വാങ്സോയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വൂക്ക് യോൻഹേനെ പറഞ്ഞയക്കുകയാണ്. ഞാനും ഹെയ്സും വിവാഹം കഴിക്കാമെന്ന് പരസ്പരം വാക്ക് നൽകിയതായിരുന്നുവെന്ന് വൂക്ക് വാങ്സോയോട് പറയുകയാണ്. ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഹെയ്സ് പറഞ്ഞതാണ്. മാത്രമല്ല അത് ബേക്ക ആണോ ജെങ് ആണോ എന്നൊക്കെ സംശയത്തോടെ ആണെങ്കിലും ഹെയ്സുവിനോട് വാങ്സോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരാണെന്ന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വാങ്സോ അറിയുന്നത്. ഹെയ്സു വാങ്സോനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് വൂക്ക് പറയുന്നു. ഹെയ്സുവിൻ്റെ കൈ മുറിച്ചതിന് ശേഷം ഹെയ്സു കയ്യിൽ ധരിച്ചിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് അത് ഞാൻ നൽകിയതായിരുന്നു എന്ന് വൂക്ക് പറയുന്നു. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് സീക്രട്ട് മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അവൾ എൻ്റേതാണെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വാങ്സ് ചോദിക്കുമ്പോൾ അവൾ നിൻ്റേതായിരുന്നതിന് മുമ്പ് എൻ്റേതായിരുന്നുവെന്ന് വൂക്കും പറയുന്നു. വാങ്സോ ഹെയ്സുവിനെ കാണാൻ എത്തുകയാണ്. വൂക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് വാങ്സോ ചോദിക്കുമ്പോൾ അതെ എന്ന് ഹെയ്സുവും പറയുന്നു. നീ നുണയായിട്ടാണെങ്കിലും ഇതെല്ലാം എൻ്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് എന്നോട് ഒരിക്കലെങ്കിലും പറ. അത് കേട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് വീണ്ടും തുടരാമെന്നും വാങ്സോ പറയുന്നു. നമ്മൾ പരസ്പരം നുണകൾ പറയില്ല എന്ന് പണ്ടേ വാക്ക് നൽകിയതല്ലേ എന്ന് ഹെയ്സുവും ചോദിക്കുന്നു. ഹെയ്സു എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് വാങ്സോയോട് പറഞ്ഞ കാര്യം വാങ്സോ ഓർക്കുകയാണ്. അന്ന് തിരിച്ച് പാലസിലേക്ക് പോയ സമയത്ത് വൂക്കായിരുന്നു ഇവരെ തടഞ്ഞുകൊണ്ട് എത്തിയതും. മാത്രമല്ല ഹെയ്സുവിനെ വിവാഹം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് ഹെയ്സുവിൻ്റെ പിറകെ വാങ്സോ പോയ സമയത്തും വൂക്കായിരുന്നു വാങ്സോനെ തടഞ്ഞിരുന്നത്. അവൾ ഒരിക്കലും നിൻ്റേതല്ല, ഇവിടെയുള്ള ഒന്നും നിൻ്റേതല്ല. ഈ ഒരു കാര്യം വാങ്സോയോട് നേരത്തെ വൂക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹെയ്സു എൻ്റേതാണെന്ന് വാങ്സോ പറഞ്ഞ സമയത്തായിരുന്നു. വൂക്കിനെ കൊല്ലണമെന്നൊരു തീരുമാനമെടുത്തപ്പോൾ ആരും തന്നെ വൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹെയ്സു മാത്രമാണ് വൂക്കിനെ രക്ഷിക്കണം, കൊല്ലരുതെന്നൊക്കെ വാങ്സോയോട് അപേക്ഷിച്ചത്. ഇത്രയേറെ ക്ലോസ് തൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വാങ്സോ ഓർക്കുന്നു. ഹെയ്സു വാങ്സോയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ വാങ്സോ പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ നീ സ്നേഹിച്ചിരുന്ന ആ ഒരേ ഒരാൾ അത് വൂക്കായിരുന്നു അല്ലേ എന്ന് വാങ്സോ ചോദിക്കുകയാണ്. ഹെയ്സു വാങ്സോയുടെ കയ്യിൽ പിടിക്കാൻ നോക്കുമ്പോൾ വാങ്സോ കൈ മാറ്റുകയും ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരിക്കലും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാങ്സോ പോകുന്നു. പിറ്റേന്ന് ഹെയ്സു ടമീകോണിലുള്ള എല്ലാ കോർട്ട് ലേഡീസിനോടും പോകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ജോയ്ജി വാങ്സോയോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന്. നിങ്ങൾ ഒരിക്കലും ഹെയ്സിനെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ചോദിച്ച് പറയുമ്പോൾ ഞാൻ അവളെയല്ല മറിച്ച് അവളാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് വാങ്സോ മറുപടി പറയുന്നു. ഹെയ്സ് പോകുന്നതിന് മുമ്പായി ബേക്ക ഹെയ്സിനെ കാണാൻ എത്തുന്നു. നീ ഇപ്പോഴും ഈ വിവാഹത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന് ബേക്ക ചോദിക്കുന്നു. ഈ പാലസിൽ നിന്നും പോകാൻ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗങ്ങളുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിവാഹത്തിൽ സമ്മതിച്ചതെന്ന് ഹെയ്സുവും പറയുന്നു. ഞങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടർന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലഡ് എല്ലാം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീഴുന്നത് കാണുകയുണ്ടായി. ഇനിയും അതൊന്നും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. മാത്രമല്ല നമ്മൾ പരസ്പരം ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു രീതിയിൽ ഇത് അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ബേക്ക പറയുന്നു. അടുത്തതായി ഹെയ്സുവിനെ കാണാൻ എത്തുന്നത് വൂക്കായിരുന്നു. വൂക്കിനെ ബേക്ക തടയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വൂക്കിനോട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് ഹെയ്സു പറയുന്നു. അതുകൊണ്ട് തന്നെ ബേക്ക പോവുകയും ചെയ്യുന്നു. വൂക്ക് ചെയ്ത സഹായങ്ങൾക്കെല്ലാം ഹെയ്സു വൂക്കിനോട് നന്ദി പറയുന്നു. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്നോട് സ്നേഹമില്ലെങ്കിൽ പോലും ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് പാലസിൽ നിന്നും പോകാനുള്ള അനുവാദം ലഭിച്ചു എന്ന് ഹെയ്സു പറയുകയാണ്. ജെങ് നിന്നെ നന്നായി നോക്കുമെന്നും കൂടി വൂക്ക് പറയുകയാണ്.
കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം ബുക്ക് പറയുകയാണ്, നിനക്കെന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ എന്ന്. പിന്നീട് ഹേസുവിൻ്റെ ഷോൾഡറിൽ പിടിച്ചതിന് ശേഷം പതുക്കെ ഹേസുവിൻ്റെ അടുത്തേക്ക് ബുക്ക് എത്തുന്നു. അതിനുശേഷം ഹേസുവിനെ ഹഗ് ചെയ്യുന്നു. കഴിഞ്ഞതിനെക്കുറിച്ച് നീ ഇനിയും ചിന്തിക്കരുത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി. എൻ്റെ ഈ ഒരു ലൈഫ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് എന്നും ബുക്ക് പറയുന്നു. അങ്ങനെ അവസാനമായി ഹേസുവിനെ നോക്കി ബുക്കൊന്ന് പുഞ്ചിരിക്കുന്നു. അതിനുശേഷം ബുക്ക് പോവുകയാണ്. ബുക്ക് പോകുന്നത് നോക്കി ഹേസു നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹേസു പാലസിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതേസമയം വാങ്സോ ഹേസുവിൻ്റെ വെഡിങ് ഡ്രസ്സ് എല്ലാം എടുക്കുന്നു. അപ്പോൾ ഹേസുവിൻ്റെ ഒരു വോയിസ് കൂടി കേൾപ്പിക്കുകയാണ്, ഞാൻ നിന്നെ കാണാതിരിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ നിന്നെ കൂടുതലായി അറിയാൻ ശ്രമിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോൾ പോകേണ്ടി വരില്ലായിരുന്നു. ഞാൻ നിനക്ക് ഒരുപാട് മൂല്യം നൽകാതിരിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്രയേറെ മെമ്മറീസ് ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പരസ്പരം ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ നിന്നെ ഒരിക്കലും കാണാതിരിക്കുകയായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത്രയും പറഞ്ഞ് ഹേസു ആ പാലസിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ വാങ്സോ ഹേസുവിൻ്റെ വെഡിങ് ഡ്രസ്സുമായി ഇരുന്ന് കരയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഹേസു ചെങ്ങിൻ്റെ വീട്ടിലെത്തുകയാണ്. പല്ലക്കിൽ നിന്നും ഹേസു ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചെങ്ങിൻ്റെ കൈ നീട്ടുന്നു. അങ്ങനെ ചെങ് കൈ നീട്ടി നിൽക്കുന്നത് കാണുമ്പോൾ പണ്ട് വാങ്സോ കൈ നീട്ടിയതായിരുന്നു ഹേസുവിന് ഓർമ്മ വന്നത്. സന്തോഷത്തോടു കൂടി തന്നെ ഹേസു ചെങ്ങിൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ വിവാഹത്തിന് കിങ് കുറേ എതിർപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആരും അറിയാതെ ചെറിയൊരു ചടങ്ങായിട്ട് നമുക്കത് നടത്താമെന്ന് ജങ് പറയുകയാണ്. വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചു നീ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. വിവാഹം കഴിഞ്ഞാൽ പോലും നമ്മൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കുമെന്നും ജങ് പറയുന്നു. ഹേസുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഈ വീട്ടിലുമുള്ളത്. മാത്രമല്ല ഈ ഒരു വീട്ടിൽ ഹേസു മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. ഇത് ജങ്ങിൻ്റെ സെക്കൻഡ് ഹോമാണ്. ഹേസുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതെല്ലാം അടുക്കിപ്പെറുക്കി വയ്ക്കാം. മാത്രമല്ല ഹേസുവിനെ ശല്യം ചെയ്യാൻ ഇവിടെയൊന്നും ആരും എത്തുകയുമില്ല എന്നും ജങ് പറയുന്നു. ഹേസു ചെങ്ങിന് കൊടുത്ത ആ ഒരു ഹെയർ പിൻ ജങ് തിരിച്ച് ഹേസുവിന് കൊടുക്കുന്നു. നീ അത് ആഗ്രഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജങ് പറയുന്നു. ആ ഒരു ഹെയർ പിൻ വാങ്സു നൽകിയതായിരുന്നത് കൊണ്ട് തന്നെ ഹേസു വാങ്സുവിനെ കുറിച്ച് ഓർക്കുന്നു. ഹേസുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പെട്ടി തുറന്നു നോക്കുകയാണ് ഹേസു. അതിനകത്ത് വാങ്സോ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു പോയത്തിൻ്റെ ഒരുപാട് കോപ്പീസ് ഉണ്ടായിരുന്നു. ഹേസുവിൻ്റെയും ചെങ്ങിൻ്റെയും വിവാഹശേഷമുള്ള ഒരു ദിവസമാണ് പിന്നീട് കാണിക്കുന്നത്. ഹേസു കല്ലിൽ വാങ്സോയുടെ പടമെല്ലാം വരയ്ക്കുകയായിരുന്നു. ചെങ്ങാണെങ്കിൽ വാള് വെച്ച് കുറേ പ്രാക്ടീസ് എല്ലാം ചെയ്യുകയും ചെയ്യുന്നു. ചെങ് അങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് മടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെങ്ങിന് വേണ്ടി ഒരു ടവലൊക്കെ ആയിട്ട് ഹേസു എത്തുകയാണ്. ഹേസു ആ ഒരു ടവൽ ചെങ്ങിന് കൊടുക്കുമ്പോൾ ചെങ്ങിനെയും ഹേസുവിനെയും ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ചെങ്ങിന് തോന്നുന്നു. ഇത്രയുമൊക്കെ ചെയ്ത ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് തരാനൊക്കെ പറഞ്ഞിട്ട് കിസ് ചെയ്യുന്ന രീതിയിൽ ചെങ് നിൽക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ടവൽ വെച്ച് ചെങ്ങിൻ്റെ മുഖമെല്ലാം ഹേസു തൂത്തു കൊടുക്കുന്നു. ഞാനൊരു റോയൽ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. ഹേസുവിനെ നോക്കാനായിട്ട് അയാൾ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് ചെങ് പറയുകയാണ്. ആരെങ്കിലുമൊക്കെ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ചെങ്ങിന് തോന്നുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഹസ്ബൻഡിനെ പോലെയാണ് ചെങ് പെരുമാറുന്നത്. ഡോക്ടർ ഹേസുവിൻ്റെ പൾസൊക്കെ നോക്കിയതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ പാലസിലായിരുന്നപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്കറിയുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ശരീരം ഇപ്പോൾ തന്നെ വീക്കാണ്. ഈ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് വളരെയധികം റിസ്കിലാണെന്ന് ഡോക്ടർ പറയുകയാണ്. പക്ഷേ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ഹേസ് തയ്യാറായിരുന്നില്ല. എൻ്റെ ഹെൽത്തിനേക്കാളും കുഞ്ഞിൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഹേസ് പറയുന്നു. ഈ ഒരു കാര്യം ആരെയും അറിയിക്കരുതെന്ന് ചെങ് ഡോക്ടറിനോട് പ്രത്യേകം പറയുകയാണ്. വാങ്സോ വിട്ട ചാരന്മാരായിരുന്നു ചെങ്ങിനെയും ഹേസുവിനെയും നിരീക്ഷിച്ചത്. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ് കഴിയുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും വാങ്സോയ്ക്ക് ദേഷ്യം വരികയാണ്. ബേക്കയല്ലേ പറഞ്ഞത് ഹേസുവും ചെങ്ങും വെറും ഒരു ഫോർമാലിറ്റിയുടെ പേരിലാണ് വിവാഹം കഴിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ശരിയായിട്ടല്ലല്ലോ കാണുന്നതെന്നും വാങ്സോ പറയുന്നു. ഹേസു കല്ലിലുള്ള വാങ്സോയുടെ പടമെല്ലാം വരച്ചു തീർക്കുകയാണ്. അപ്പോൾ ഹേസുവിന് നെഞ്ചുവേദന വരികയാണ്. അതിലെ നടന്നു വന്ന ചെങ് അത് കാണുകയും ഹേസുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. അതേസമയം അവരെ നിരീക്ഷിക്കാൻ വാങ്സോ സ്വയം വന്നിട്ടുമുണ്ടായിരുന്നു. ചെങ് ഹേസുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നതെല്ലാം വാങ്സോ കാണുകയും ചെയ്യുന്നു. ഹേസു കിടക്കുന്നതിനടുത്ത് തന്നെ മറ്റൊരു ബെഡിലായിരുന്നു ചെങ് കിടന്നിരുന്നത്. ചെങ് ഹേസുവിനോട് ചോദിക്കുകയാണ്, നമ്മൾ ആദ്യമായി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്ന് നീ ഓർക്കുന്നുണ്ടോ എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഫോറസ്റ്റിലെത്തി നിന്നെ രക്ഷിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും അതൊക്കെ നല്ല ഓർമ്മകൾ മാത്രമാണെന്ന് ഹേസു പറയുന്നു. അങ്ങനെ അവർ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു.
അതേസമയം ഇവരുടെ വീടിന് വെളിയിലായിട്ട് വാങ്സോ നിൽപ്പുണ്ടായിരുന്നു. ഇവർ ചിരിക്കുന്നതൊക്കെ വാങ്സോ കേൾക്കുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ട് തിരിച്ച് പാലസിലേക്ക് എത്തുകയായിരുന്നു വാങ്സോ. ഇനി മുതൽ ഹെയ്സുവിനെ കുറിച്ചും ജങ്ങിനെ കുറിച്ചുമുള്ള ഒരു കാര്യങ്ങളും എനിക്ക് അറിയേണ്ട എന്ന് വാങ്സോ പറയുന്നു. ഹെയ്സു ഒരു കസേരയിൽ ഇരുന്ന് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കസേരയിൽ വാങ്സോ ഉള്ളതായിട്ട് ഓർക്കുന്നു. അതിനുശേഷം അവർ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. ഹെയ്സുവും വാങ്സോയും ആ ഒരു പോയം വീണ്ടും വീണ്ടും എഴുതുകയായിരുന്നു. അതിനുശേഷം ഹെയ്സു ഓരോ പ്രിൻസിൻ്റെയും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹെയ്സുവിൻ്റെ കൂടെ വാങ്സോ ഉള്ളതായിട്ട് ഹെയ്സു സങ്കല്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും പാലസ് ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നീയും ഞാനും നമ്മൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുമുള്ളൂ. നമുക്കിപ്പോൾ എല്ലാം മറക്കാം. ഇതുവരെയുള്ള സത്യങ്ങളും നുണകളും തെറ്റിദ്ധാരണകളും എല്ലാം. കിരീടത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അത് കാരണം മരിച്ച ആളുകളെയും നമുക്ക് മറക്കാം. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ്. എൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നിടം വരെ ഞാൻ നിന്നെ സ്നേഹിക്കും. അടുത്തതായിട്ട് 6 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ഹെയ്സുവിന് കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചെങ് വളരെയധികം ടെൻഷനിലാണ് നിൽക്കുന്നത്. കുഞ്ഞുണ്ടായപ്പോൾ തന്നെ കുഞ്ഞ് സുരക്ഷിതയായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ചെങ്ങിനെ അവർ അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഹെയ്സുവിൻ്റെ കാര്യം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ചെങ് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ജങ് അങ്ങനെ ഹെയ്സുവിൻ്റെ അടുത്ത് ചെന്ന് നിന്റെ കുഞ്ഞ് സുരക്ഷിതയായിട്ടിരിക്കുന്നു, ഇനി നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നു. വാങ്സോയ്ക്ക് കൊടുക്കാനായി ഹെയ്സു കരുതിയിരുന്ന ഒരു കത്ത് ജങ്ങിനെ ഹെയ്സു ഏൽപ്പിക്കുകയാണ്. ഇതൊരിക്കലും കുഞ്ഞിനെക്കുറിച്ചുള്ളതല്ല, എനിക്ക് വാങ്സോനെ കാണണമെന്നുണ്ട് എന്ന് ഹെയ്സു പറയുകയാണ്. ജങ് അങ്ങനെ ഹെയ്സുവിൻ്റെ ആ ഒരു കത്ത് ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടുന്നു. അതിനുശേഷം അയാളെ തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും കിങ്ങിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഒരുപോലെ തന്നെയാണല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ജങ് ഒരു കവർ ഉണ്ടാക്കുകയാണ്. ആ കവറിന് മുകളിൽ ഹെയ്സു എഴുതിയതുപോലെ തന്നെ എഴുതുകയും ഹെയ്സുവിൻ്റെ ആ ഒരു കത്ത് മുഴുവനായിട്ട് ആ കവറിനുള്ളിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഹെയ്സു കുഞ്ഞിനെയും എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അസുഖം കൂടുകയാണ്. ഹെയ്സുവിനെ നോക്കാൻ വന്ന ഡോക്ടർ എന്താണ് ജങ്ങിനോട് പറയുന്നതെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഹെയ്സു അങ്ങനെ കിടക്കുമ്പോൾ ഹെയ്സുവിൻ്റെ മേശയുടെ മുകളിലായിട്ട് മറ്റൊരു കത്തും കൂടി ഇരിക്കുന്നത് ജങ് കാണുകയാണ്. വാങ്സോയും ചോയ്ജിയും കൂടി കുറേയധികം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് ഹെയ്സു തന്നു വിട്ടതാണെന്ന് പറഞ്ഞ് ഒരു കത്ത് വാങ്സോയ്ക്ക് കിട്ടുന്നത്. ആ ലെറ്ററിൻ്റെ കവർ കാണുമ്പോൾ ചെങ്ങിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് വാങ്സോയ്ക്ക് മനസ്സിലാവുകയും ഇതെല്ലാം ചെങ്ങ് അയച്ചതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ലെറ്റർ തുറക്കാതെ വലിച്ചെറിയുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ ഒരുപാട് ലെറ്റേഴ്സ് ഹെയ്സു അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതൊന്നും വാങ്സോ തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോയ്ജിയും അത് തുറന്ന് വായിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും വാങ്സോ അതിനൊന്നും തയ്യാറാകുന്നുമില്ല. ഓരോ ദിവസം കൂടുന്തോറും ഹെയ്സുവിന് അസുഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രമാത്രം സന്ദേശങ്ങളൊക്കെ അയച്ചതാണ്, പക്ഷെ എന്തുകൊണ്ടാണ് വാങ്സോ ഇതുവരെ എന്നെ കാണാൻ എത്താത്തത്? എന്നെ അത്രത്തോളം വാങ്സോ വെറുക്കുന്നുണ്ടോ എന്ന് ഹെയ്സു ചോദിക്കുന്നു. ജങ് ഒരുപാട് പേരെ ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ജങ് പറയുകയാണ്, ഞാനൊരാളെ ഉറപ്പായിട്ടും അയക്കാം. അന്ന് ഞാൻ അയക്കാൻ മറന്നു പോയതായിരുന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് വാങ്സോ എത്തുമെന്ന്. ഹെയ്സുവിന് കുറച്ച് സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജങ് കുറച്ച് മ്യൂസീഷ്യൻസിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഏത് പാട്ട് വേണമെന്നൊക്കെ ഹെയ്സുവിനോട് ചോദിക്കുമ്പോൾ സംസാരിക്കാൻ പോലുമുള്ള ഒരു ശേഷി ഹെയ്സുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൊള്ളാൻ ജങ് പറയുകയാണ്. അങ്ങനെ ആ ഒരു സിംഗർ രാജാവിനെ സ്നേഹിച്ച ഒരു കോർട്ട് ലേഡി പണ്ട് പാടിയ പാട്ടാണെന്നും പറഞ്ഞ് ഒരു പാട്ട് പാടുകയാണ്. അതിൽ പറയുന്ന കോർട്ട് ലേഡി ഹെയ്സുവും കിങ് വാങ്സോയുമായിരുന്നു. ഹെയ്സുവിൻ്റെ പാട്ടെന്ന രീതിയിൽ പറയുന്നത് പണ്ട് ഉണ്ണിൻ്റെ ബർത്ത്ഡേക്ക് പാടിയ അതേ പാട്ട് തന്നെയായിരുന്നു. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഹെയ്സു സന്തോഷിക്കുകയാണ്. ഹെയ്സുവിൻ്റെ സന്തോഷം കാണുമ്പോൾ ചെങ്ങും ചിരിക്കുന്നു. അന്ന് ഉണ്ണിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് ഈ ഒരു പാട്ട് പാടിയതെല്ലാം ഹെയ്സു ഓർക്കുകയും ചെയ്യുന്നു. ആ ഒരു ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല, മറിച്ച് വാങ്സോയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല ഓർമ്മകളും ഹെയ്സു ഓർത്തെടുക്കുകയാണ്. ഹെയ്സു ചെങ്ങിനോട് പറയുകയാണ്, അന്ന് ഞാൻ നിൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ ചെയ്തു തരുമോ എന്ന്. അതിനുശേഷം ഹെയ്സു പറയുകയാണ്, നീ വേണം എൻ്റെ മകളെ രക്ഷിക്കാൻ. അവളെ ഒരിക്കലും പാലസിലേക്ക് അയക്കരുത്. നീ എന്തിനാണ് ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നത്? വാങ്സോ എത്രയും പെട്ടെന്ന് നിന്നെ കാണാൻ എത്തുമെന്ന് ജങ് പറയുകയാണ്. ഞാൻ ഈ ഒരു ലോകത്ത് നിന്നും വിട പറയുന്നതിന് മുമ്പ് എനിക്ക് വാങ്സോനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഹെയ്സു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട രീതിയിൽ പറയുന്നു. ഹെയ്സുവിനെ അടുത്തേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ജങ് പറയുകയാണ്, അടുത്ത ജന്മത്തിൽ നീ എന്നെ മറക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന്. പക്ഷേ ഹെയ്സുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ നിന്നെ മറക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാം മറക്കാൻ പോവുകയാണ്. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളെ ആരെയും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ ചെങ്ങിന്റെ കയ്യിൽ കിടന്ന ഹെയ്സു മരിക്കുമ്പോൾ ചെങ് ഒരുപാട് കരയുന്നു. ഹെയ്സു മരിച്ചു എന്നുള്ള ഒരു വാർത്ത വാങ്സോയും അറിയുകയാണ്. അപ്പോഴാണ് ഇതിനു മുമ്പ് ചെങ്ങിന്റെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കത്തുകളെല്ലാം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് വാങ്സോ ഓർക്കുന്നത്. അങ്ങനെ അതിലെ ഓരോരോ കത്തുകളായിട്ട് വാങ്സോ തുറന്നു നോക്കുകയാണ്. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാം ഞാൻ പോകാൻ നേരത്ത് നിന്നെ വെറുത്തുകൊണ്ടാണ് പോയതെന്ന്. എങ്കിൽ പോലും ആ ഒരു കാരണം കൊണ്ട് നീ എന്നെ ഇത്രത്തോളം വെറുക്കുന്നുണ്ടോ എന്ന് ആ ഒരു കത്തിൽ ഹെയ്സു ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാങ്സോ ആ ഒരു കത്ത് കയ്യിൽ പിടിച്ച് കരയുകയാണ്. ഹെയ്സുവിന് വാങ്സോയോടുള്ള സ്നേഹം എത്രത്തോളം ആഴമേറിയതായിരുന്നു എന്ന് ആ ഒരു കത്തുകൾ വായിക്കുമ്പോഴത്തേക്കും വാങ്സോ തിരിച്ചറിയുന്നു. ഹെയ്സു ആ ഒരു കത്തൊക്കെ എഴുതുന്നത് നമ്മളെ കാണിക്കുകയാണ്. വാങ്സോയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരോ നിമിഷങ്ങളെക്കുറിച്ചായിരുന്നു ആ കത്തുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഏതൊരു തവണ എനിക്ക് അപകടം പറ്റിയിട്ടുണ്ടെങ്കിലും എന്നെ രക്ഷിക്കാൻ നീ ഉണ്ടാകുമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹെയ്സുവിനെ കാണാനായി വാങ്സോ കുതിരപ്പുറത്ത് പോകുമ്പോഴും ഹെയ്സുവിൻ്റെ വോയിസ് ഓവർ കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. അന്ന് പാലസിന് മുമ്പിൽ ഞാൻ മഴയത്തിരുന്നപ്പോൾ നീയായിരുന്നു എൻ്റെ അടുത്ത് എത്തിയത്. എന്നെ കൊല്ലാനായി അമ്പെയ്തപ്പോഴും നീയായിരുന്നു എന്നെ രക്ഷിച്ചത്. ഞാൻ നിന്നെ ഒരുപാട് തവണ മറക്കുവാൻ ശ്രമിച്ചെങ്കിൽ പോലും എനിക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്നേഹത്തിന് എതിരായിട്ടുള്ള ഒരു വാക്ക് അത് വെറുപ്പല്ല, മറിച്ച് ഉപേക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചത്, നീ എന്നെ. ഞാൻ നിന്നെ ഓരോ നിമിഷവും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നിന്റെ അടുത്തു നിന്നും എനിക്ക് പിരിഞ്ഞിരിക്കുവാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഇനിയും മീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ദിവസവും നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഹെയ്സു കല്ലിൽ വരച്ച രാജകുമാരന്മാരുടെ ചിത്രങ്ങളും ഹെയ്സുവിനെ അടക്കിയതിന് ശേഷമുള്ള ചിതാഭസ്മം ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെങ് ആ ഒരു പാത്രവും നോക്കിയിരിക്കുകയാണ്. ഹെയ്സു മരിച്ച വാർത്തയെല്ലാം അറിഞ്ഞ് ബേക്ക എത്തുമ്പോൾ ബേക്കയുടെ കയ്യിൽ ഹെയ്സു ബേക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ച ഒരു കത്ത് ചെങ് കൊടുക്കുന്നു. ബേക്ക അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കരയുകയാണ്. അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് വാങ്സോ ഓടിയെത്തുന്നത്. ഹെയ്സു എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്, എവിടെയാണെങ്കിലും എൻ്റെ മുൻപിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വാങ്സോ നടന്നത്. പക്ഷെ ആ ഒരു വീട് മുഴുവൻ നോക്കിയിട്ടും ഹെയ്സുവിനെ വാങ്സോയ്ക്ക് കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് ചെങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാത്രം വാങ്സോ ശ്രദ്ധിക്കുന്നത്. വാങ്സോ അങ്ങനെ ചെങ്ങിനോട് ദേഷ്യപ്പെടുകയായിരുന്നു. നീ ആയിരിക്കും ആ കത്തുകളെല്ലാം എഴുതിയതെന്ന് വിചാരിച്ചാണ് ഞാനത് തുറന്നു പോലും നോക്കാതിരുന്നത്. നിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്ന് വാങ്സോ പറയുമ്പോൾ ചെങ് പറയുകയാണ്, അതിലുണ്ടായിരുന്നത് വാങ്സോയുടെ അതേ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുകളിൽ ഒരു കവർ കൂടി വെച്ചത്. ചെങ് പറയുകയാണ്, ഇത്രയും കാലം അവൾ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകളെ ഇങ്ങോട്ടൊക്കെ ഞങ്ങളെ നിരീക്ഷിക്കാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഹെയ്സുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള കാര്യം അറിയാതിരുന്നത്? നിങ്ങൾ അറിഞ്ഞിട്ടും എല്ലാം അറിയാത്തതുപോലെ അഭിനയിക്കുകയല്ലായിരുന്നോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവളോട് സ്നേഹമില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് ചെങ് പറഞ്ഞത്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞതെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഇനി അറിയേണ്ട എന്ന് വാങ്സോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും വാങ്സോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് ബേക്ക പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പാത്രമെല്ലാം എടുത്തിട്ട് ഹെയ്സോ നമുക്കിവിടെ നിന്നും പോകാം, ഇനി നമുക്കിവിടെ നിൽക്കേണ്ട എന്ന് വാങ്സോ പറയുന്നു. അതുകൊണ്ട് വാങ്സോ പോകുവാൻ നോക്കുമ്പോൾ ചെങ് തടഞ്ഞു പറയുകയാണ്, ഇതെൻ്റെ വൈഫാണ്, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്. ഹെയ്സു മരിച്ചെങ്കിൽ പോലും അവൾ എൻ്റേത് മാത്രമാണെന്ന് വാങ്സോ പറയുന്നു. ആ ഒരു പാത്രവുമായി വാങ്സോ പോകുവാൻ നോക്കുമ്പോൾ ചെങ് തടയുന്നുണ്ടെങ്കിൽ പോലും ചെങ്ങിനെ ബേക്ക തടയുന്നു. ഹെയ്സു ഇത്രയും കാലം നമ്മളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് വാങ്സോനെ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു നേരം നീ മാറി നിൽക്കണമെന്ന് ചെങ്ങിനോട് ബേക്ക ആവശ്യപ്പെടുന്നു. ഹെയ്സു പണ്ട് ചെങ്ങിന് കൊടുത്തിരുന്ന ആ ഒരു ഹെയർ പിൻ ചെങ്ങിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് നോക്കി ചെങ് കരയുന്നത് കാണുമ്പോഴാണ് ചെങ്ങും ഹെയ്സുവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ബേക്കയ്ക്ക് മനസ്സിലാകുന്നത്. ചെങ് അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ബേക്ക ചെങ്ങിനെ ഹഗ് ചെയ്യുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹെയ്സു ഉണ്ടാക്കിയ ആ ഒരു പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് വാങ്സോ എത്തുകയാണ്. ഹെയ്സുവിനെ കുറിച്ച് ഓർത്തതിന് ശേഷം നീ എന്നെ ഒരിക്കലും വിട്ടു പോവുകയില്ല എന്ന വാക്ക് നൽകിയതല്ലായിരുന്നു എന്ന് വാങ്സോ പറയുന്നു. ഹെയ്സുവിൻ്റെ മരണത്തിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് ഇനി കാണിക്കുന്നത്. വുണ്ണിന് വേണ്ടി പോയിസൺ എല്ലാമുള്ള ഒരു ടീ വെച്ചിട്ടുണ്ട്. അത് കുടിച്ച് സ്വയം മരിക്കാനായിരുന്നു രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേക്ക എത്തുകയും ഹെയ്സു നിനക്കൊരു കത്ത് തരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് പണ്ട് ഹെയ്സുവിന് ചൈ ബ്ലഡിൽ എഴുതിയ ആ ഒരു കത്ത് വുണ്ണിനെ ഏൽപ്പിക്കുകയാണ് ബേക്ക. ആ ഒരു കത്ത് വായിക്കുമ്പോഴത്തേക്കും ചൈക്ക് താല്പര്യമില്ലായിരുന്നിട്ട് പോലും ചൈ ഓരോ കാര്യങ്ങൾ വുണ്ണിന് വേണ്ടി ചെയ്തു കൊടുത്തത് വുൺ ഓർക്കുകയാണ്. മാത്രമല്ല ചൈയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്നു. വുണ്ണിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ചൈ മരിക്കേണ്ടി വന്നതെന്ന് വുൺ മനസ്സിലാക്കുന്നു. മാത്രമല്ല വുണ്ണിന് അതിൽ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. നമുക്ക് മൂൺ ലവേഴ്സ് എന്ന ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം.
ബേക്ക വൂക്കിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കുഞ്ഞു കുട്ടി നിൽക്കുന്നത് കാണുന്നു. അത് വൂക്കിന്റെ മകളാണെന്നുള്ള കാര്യം ബേക്കയ്ക്ക് മനസ്സിലാകുന്നു. ഞാൻ നിന്റെ അങ്കിളാണെന്നൊക്കെ ബേക്ക ആ ഒരു കുട്ടിയോട് പറയുകയും പിന്നീട് ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ബോക്സൂൺ എന്നാണെന്ന് ആ കുട്ടി പറയുന്നു. അത് കേൾക്കുമ്പോൾ പണ്ട് വൂഹി ബേക്കാനെ പറ്റിക്കാനായിട്ട് പേര് മാറ്റി ബോക്സൂൺ എന്ന് പറഞ്ഞത് ബേക്ക ഓർക്കുകയാണ്. അതിനുശേഷം പണ്ട് വൂഹിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഓർണമെൻറ്റ് ഈ കുട്ടിയുടെ ദേഹത്ത് കിടക്കുന്നത് ബേക്ക കാണുന്നു. ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന് ബേക്ക ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, പക്ഷെ പണ്ട് മുതലേ ഇത് എൻ്റെ കൂടെ തന്നെയുണ്ട്, മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് ഇത് എന്നും ആ കുട്ടി പറയുകയാണ്. ഞാൻ ബേക്ചയിൽ ജനിക്കാതിരിക്കുകയായിരുന്നെങ്കിലെന്ന് വൂഹി പണ്ട് ബേക്കായോട് പറഞ്ഞത് ബേക്ക ഇപ്പോൾ ഓർക്കുകയാണ്. ഈ ഒരു ഹിന്റ് കാണിക്കുമ്പോൾ ഒരുപക്ഷെ വൂഹിയുടെ പുനർജന്മമായിരിക്കും ബോക്സോൺ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇത് ബേക്കായുടെയും വൂഹിയുടെയും മകളായിരിക്കാം എന്നതാണ്. അങ്ങനെ ഒരു മകൾ ഉണ്ടാവുകയും ബേക്ക അത് അറിയാതെയും ഇരിക്കണമെങ്കിൽ അത് കിങ് ടൈജോ മരിച്ച സമയത്തായിരിക്കണം. കാരണം ആ ഒരു സമയത്ത് വൂഹി കുറേ നാൾ ബേക്കാനെ കാണാതിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ വാങ്മോവും യോയും ഒരുപാട് കൊല്ലം കോറിയോ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പോൾ വാങ്സോ എത്തുകയും ചെയ്തിട്ടുണ്ട്. വാങ്സോ എത്തി എങ്ങനെയൊക്കെ പോയാലും 1 വർഷമെങ്കിലും ഇപ്പോഴായിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കുട്ടിക്ക് ഇതിലെ മേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ഒരു സീരീസിൽ ഒരിടത്തും ഇതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ വൂഹിയുടെ പുനർജന്മമായി നമുക്കിതിനെ കാണാം. ബേക്ക എന്താണെങ്കിലും വൂഹിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വൂക്കും ബേക്കായും കൂടി നടന്നു വരികയായിരുന്നു. എനിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിരീടത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും എനിക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ ഗോറിയോ ഉള്ളത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കിങ്ങിൻ്റെ കയ്യിലാണെന്നും വൂക്ക് പറയുന്നു. നിങ്ങൾ ഹെയ്സുവിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ബേക്ക ചോദിക്കുകയാണ്. അപ്പോൾ വൂക്ക് പറയുന്നു, അതെനിക്കറിയില്ല, പക്ഷേ ഒന്ന് മാത്രം എനിക്കറിയാം, ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ഹൃദയം കൊടുത്താലും അപ്പോഴൊക്കെ എന്തെങ്കിലും തെറ്റുകളും ചെയ്യും. പക്ഷെ അതെല്ലാം എനിക്ക് മനസ്സിലായത് ഇപ്പോഴും മാത്രമാണ്. ഹെയ്സുവിനേക്കാളും ഇപ്പോൾ വൂക്ക് ഓർക്കുന്നതെല്ലാം ലേഡി ഹെനെക്കുറിച്ചായിരുന്നു. അടുത്തതായിട്ട് യോൻഹ വാങ്സോനെ കാണാൻ എത്തുകയാണ്. മാത്രമല്ല യോൻഹ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ മകനെ കാണാൻ എത്താത്തതെന്ന്. അവൻ്റെ ബർത്ത്ഡേക്കെങ്കിലും നിങ്ങൾ വരുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നിങ്ങൾ വന്നില്ലല്ലോ എന്നും പറയുന്നു. വാങ്സോയുടെ ആ ഒരു മകൻ്റെ പേര് വാങ്ചു എന്നാണ്. മാത്രമല്ല വാങ്സോയ്ക്ക് ശേഷം അടുത്ത രാജാവാകുന്നതും വാങ്ചു ആയിരുന്നു. വാങ്ചു ജോങ്ജങ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, എങ്കിലും ഹിസ്റ്ററിക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മകനെയും വെറുമൊരു എതിരാളി മാത്രമായിട്ടാണോ കാണുന്നതെന്ന് യോൻഹ ചോദിക്കുന്നു. വാങ്സോ തൻ്റെ കിരീടം നഷ്ടമാകാതിരിക്കാനായിട്ട് കുറേ നെഫ്യൂസിനെയൊക്കെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം യോൻഹ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നിങ്ങൾ കുറഞ്ഞത് നിങ്ങളുടെ മകനെയെങ്കിലും വിശ്വസിക്കണമെന്നും യോൻഹ പറയുന്നു. പക്ഷേ അപ്പോൾ വാങ്സോ പറയുന്നു, ഞാൻ ഒരിക്കലും വാങ്ചുവിനെ വിശ്വസിക്കുന്നില്ല, കാരണം ഞാൻ നിന്നെയും വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ നീയും അവനും എനിക്കെതിരായി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന്. ഇതിനെല്ലാത്തിനും കാരണം ഹേസുവാണ്. എല്ലാ ആളുകളെയും ഒരുപോലെ കാണണമെന്ന് അവളാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് യോൻഹ ചോദിക്കുകയാണ്. വാങ്സോയുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ അടിമകളെയും അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാങ്സോ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടതും ഈ ഒരു പേരിലായിരുന്നു. ഹെയ്സു നിന്നെ ഉപേക്ഷിച്ച് പോയതിന് പിന്നിലെ കാരണം എനിക്കിപ്പോഴും മനസ്സിലായി എന്ന് യോൻഹ പറയുന്നു. യഥാർത്ഥത്തിൽ യോൻഹ എപ്പോഴും വാങ്സോനെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഹെയ്സുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഹെയ്സു ഉണ്ടാക്കിയ ആ ഒരു പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്തേക്ക് വാങ്സോ പോവുകയാണ്. അവിടെ ഹെയ്സുവിനെ ഓർത്തുകൊണ്ട് വാങ്സോ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഓടി വരികയും വാങ്സോയ്ക്ക് ഇടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇടിച്ചതിന് ശേഷം വാങ്സോനെ നോക്കിയിട്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ വെറുതെ അഭിനയിക്കുകയായിരുന്നു ആ ഒരു കുട്ടി. അത് കാണുമ്പോൾ പണ്ട് വാങ്സോനെ ഹെയ്സു ഇടിച്ചതും വാങ്സോനെ നോക്കിയതിന് ശേഷം വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിച്ചതും വാങ്സോ ഓർക്കുന്നു. അന്ന് ഹെയ്സുവിനോട് പറഞ്ഞതുപോലെ അതിന് ഞാൻ നിന്നെ വന്ന് ഇടിച്ചതല്ലല്ലോ, മറിച്ച് നീ എന്നെ വന്ന് ഇടിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു കുട്ടിയോട് പേരെന്താണെന്ന് വാങ്സോ ചോദിക്കുമ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നിന്ന് അച്ചായെന്ന് വിളിക്കുകയായിരുന്നു ആ കുട്ടി. അപ്പോഴാണ് നമ്മുടെ ചെങ് ഓടിയെത്തുന്നത്. ചെങ്ങിനെ കാണുമ്പോളെ ആ കുട്ടി ചെങ്ങിൻ്റെ അടുത്തേക്ക് എത്തി ഒളിക്കുന്നു. നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ, നീ അല്ലെങ്കിലും ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്നതല്ലേ എന്നൊക്കെ വാങ്സോ ചോദിക്കുമ്പോഴത്തേക്കും ചെങ് പറയുകയാണ്, ഇന്ന് ഹെയ്സു മരിച്ച ദിവസമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ വന്നതും. ഇനി ഞാൻ ഒരിക്കലും ഈ ഒരു തെറ്റ് ആവർത്തിക്കുകയില്ല. ഇത്രയും പറഞ്ഞ് വാങ്സോയുടെ അടുത്തു നിന്നും ചെങ് പോകാൻ നോക്കുമ്പോൾ വാങ്സോ ചോദിക്കുകയാണ്, ഈ ഒരു കുട്ടി നിൻ്റേതാണോ എന്ന്. നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ടുള്ള അനുമതി വേണമെന്ന് നിന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും ആ ഒരു കല്യാണത്തിലുണ്ടാവുന്ന കുട്ടി ഇത്രയ്ക്ക് വലുതാവുകയില്ലല്ലോ എന്ന് വാങ്സോ ചോദിക്കുന്നു.
ഇതെൻ്റെ കുട്ടി തന്നെയാണ്. ഞങ്ങൾ ഇനി ഒരിക്കലും ഇവിടേക്ക് വരികയില്ല. ഇവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞ് ആ ഒരു കുട്ടീനെയും എടുത്തുകൊണ്ട് ചെങ് പോകുവാൻ നോക്കുന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ തലയിലുണ്ടായിരുന്ന ഹെയർ പിൻ വാങ്സോ ശ്രദ്ധിക്കുന്നത്. അത് പണ്ട് വാങ്സോ ഹേസുവിന് കൊടുത്ത അതേ ഹെയർ പിൻ തന്നെയായിരുന്നു. ആ കുട്ടീനെ ഇവിടെ നിർത്താൻ ജെങ്ങിനോട് വാങ്സോ ഉത്തരവിടുകയാണ്. അപ്പോൾ ജെങ് മുട്ടിൽ നിന്നിട്ട് ഞാൻ അതിന് അനുവദിക്കുകയില്ല എന്ന് പറയുന്നു. നിങ്ങളെന്നെ കൊന്നാൽ പോലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഹെയ്സുൻ്റെയും വാങ്സോയുടെയും കുഞ്ഞാണോ ഇതെന്നുള്ള സംശയം വാങ്സോയ്ക്കുണ്ട്. അത് സത്യം തന്നെയാണെന്ന് ജെങ് പറയുന്നു. ഹെയ്സു എന്നോട് ആവശ്യപ്പെട്ടതും ഇതുതന്നെ ആയിരുന്നു. ഒരിക്കലും ഹെയ്സുവിൻ്റെ മകളെ പാലസിലേക്ക് വിടരുതെന്ന്. പാലസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേടിയും ഏകാന്തതയുമാണ് തോന്നുന്നതെന്ന് എപ്പോഴും ഹെയ്സു എന്നോട് പറയുമായിരുന്നു. ഹെയ്സു മരിക്കുമ്പോൾ പോലും എന്നോട് പറഞ്ഞതും അതുതന്നെ ആയിരുന്നുവെന്നും ജെങ് പറയുന്നു. വാങ്സോ തൻ്റെ മകളെ നോക്കുന്നു. നാട്ടിൽ നിന്നും ഒരിടത്തേക്കും പോകുവാൻ സാധിക്കുകയില്ല എന്ന നിന്റെ പണിഷ്മെൻറ്റ് ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണെന്ന് വാങ്സോ പറയുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെങ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് പാലസിലെത്തുമെന്ന് വാങ്സോ കരുതിയിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ചെങ്ങിനോട് പറയുന്നില്ലെങ്കിൽ പോലും ചെങ്ങിന് ഇനി സ്വതന്ത്രമായിട്ട് നടക്കാമെന്ന് വാങ്സോ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരെയും അവിടെയാക്കി വാങ്സോ പോകുകയും ചെയ്യുന്നു. ചോയ്ജി തൻ്റെ പദവിയെല്ലാം റിട്ടയർഡ് ചെയ്ത് പോവുകയാണ്. അതിനു മുമ്പ് വാങ്സോനെ ഒരിക്കൽ കൂടി കാണാനെത്തുന്നു. ഹേസു മരിച്ചു എന്ന സത്യം നീ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഈ ലോകത്തില്ലാത്ത ഒരാളുടെ ഓർമ്മകളുമായിട്ട് നീ നടക്കരുതെന്ന് ചോയ്ജി പറയുന്നു. അങ്ങനെ ചോയ്ജി അവിടെ നിന്ന് പോകുമ്പോൾ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. ഈ ഒരു സീരീസിലുള്ള എല്ലാവർക്കും അവരുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൻ്റെ ഫ്ലാഷ് ബാക്സ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഏത് മൊമെൻറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ചോയ്ജി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എല്ലാ പ്രിൻസും സന്തോഷമായിട്ടിരുന്ന ആ ഒരു സമയത്തായിരുന്നു. വാങ്സോ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആകാശം മുഴുവൻ ഇരുട്ടിലാകുകയാണ്. വാങ്സോയും ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. ആകാശത്തിലൂടെ ഒരു വെളിച്ചം പോകുന്നതും കാണിക്കുന്നുണ്ട്. ഈ ഒരു സീരീസ് തുടങ്ങിയ സമയത്ത് വാങ്സോനെ കാണിക്കുമ്പോഴും ഇതേ പ്രകാശം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഗ്രഹണമൊക്കെ ഉള്ള ദിവസമായിരുന്നു. ഹെയ്സു വെള്ളത്തിൽ വീണ ആ ഒരു സീനും നമ്മളെ കാണിക്കുന്നു. അതുമാത്രമല്ല ഹെയ്സുവും വാങ്സോയും തമ്മിലുള്ള കുറേയധികം സീൻസും നമ്മളെ കാണിക്കുന്നു. ഇതെല്ലാം ഹെയ്സു ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായിരുന്നു. ഇനി മുതൽ നമ്മൾ പ്രസന്റ് ലൈഫാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെയ്സു അല്ല, മറിച്ച് ഹാജിനാണ്. ഹാജിൻ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല കണ്ണീരൊക്കെ വന്ന് നിൽക്കുന്നതും കാണുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് ഹാജിന് മനസ്സിലാകുന്നില്ല. ഹാജിൻ ഒരു കോസ്മെറ്റിക് കമ്പനിയിലെ സെയിൽസ് ഗേളായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഹാജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിനോട് ഹാജിൻ പറയുകയാണ്, ഞാൻ ഇന്ന് ഒരാളെ സ്വപ്നത്തിൽ കണ്ടു. മാത്രമല്ല അയാളുടെ മുഖത്ത് വലിയൊരു പാടുണ്ടായിരുന്നു. രാജാവിനെയും പ്രിൻസിനെയും ഒക്കെയാണ് ഞാൻ കണ്ടത്. എന്തായാലും അത് വെറുമൊരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഒരുപാട് വർഷങ്ങൾ പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ഹാജിൻ പറയുമ്പോൾ ഹാജിൻ്റെ ഫ്രണ്ട് പറയുന്നു, നീ അന്ന് വെള്ളത്തിൽ വീണതിന് ശേഷം 1 വർഷത്തോളം കോമയിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് സ്വാഭാവികം മാത്രമാണ്. കിങ് ഗോറിയോ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കോസ്മെറ്റിക്സിനെ കുറിച്ചും അതെല്ലാം വളർന്നതിനെക്കുറിച്ചും ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഹാജിൻ കാണുന്നു. അതിനുശേഷം അത് പ്രസൻറ്റ് ചെയ്ത ആൾ ഹാജിനെ കാണാനായിട്ട് എത്തുന്നു. അയാളെ കാണുമ്പോഴേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം അത് ചോയ്ജിയാണ്. പക്ഷേ ഇത് ചോയ്ജി ആണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. എന്തായാലും അയാൾ കുറച്ചു നേരം ഹാജിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഹാജിൻ അയാളെ ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ ഹാജിൻ്റെ നെയിം ടാഗ് നോക്കിയിട്ട് മുഴുവൻ പേരായിട്ടുള്ള ഗോ ഹാജിൻ എന്ന് പറയുന്നു. ഗോറിയോയുടെ കാലത്ത് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയ് എന്നായിരുന്നു അർത്ഥമെന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്ക് ചോയ് എന്ന് തന്നെ പറയാം കേട്ടോ. ചോയോട് ഹാജിൻ പറയുകയാണ്, എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ, ഞാനിപ്പോൾ വിൽക്കുന്ന കോസ്മെറ്റിക്സും ഗോറിയോയുടെ കാലത്ത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണെന്ന്. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല, മറിച്ച് എല്ലാം അതിൻ്റെ ശരിയായ സ്ഥലത്തെത്തുന്നതാണെന്ന് ചോയ് പറയുന്നു. ഹാജിൻ ചോയിനെ ഒരു പെർഫ്യൂം കാണിക്കുകയാണ്. ഇത് ബുൾഗേറിയൻ റോസ് ഓയിൽ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ഹാജിൻ പറഞ്ഞു കഴിയുമ്പോൾ ഹാജിൻ ബേക്കയുടെ സൗണ്ട് കേൾക്കുന്നു. പണ്ട് ഹെയ്സുവിന് വേണ്ടി ബേക്ക ബുൾഗേറിയൻ റോസ് ഓയിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത് ചെങ്ങിൻ്റെയും ഒണിൻ്റെ വൈഫിൻ്റെയും മുഖത്ത് ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തതെല്ലാം ഹാജിൻ ഓർക്കുന്നു. ഹാജിനെ തന്നെയായിരുന്നു ചോയ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു BB ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കാണിച്ചതിന് ശേഷം ഹാജിൻ പറയുകയാണ്, നമ്മുടെ കയ്യിലും മുഖത്തൊക്കെയുള്ള ഏതൊരു പാടാണെങ്കിലും അത് ഇതും കൊണ്ട് മായ്ക്കുവാൻ സാധിക്കും. ഇതും ഗോറിയോ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടുപിടിച്ചതാണെന്നും ഹാജിൻ പറയുന്നു. ഹെയ്സു ഈ ഒരു ക്രീം കണ്ടുപിടിച്ചതും വാങ്സോയുടെ മുഖത്ത് തൂത്തതുമെല്ലാം ഹാജിൻ ഓർക്കുന്നു.
ഹാജിൻ മൊത്തത്തിൽ ആ സ്വപ്നത്തിൻ്റെ അകത്താണെന്നൊക്കെ വിചാരിച്ച് നേരത്തെ തന്നെ ജോബൊക്കെ നിർത്തിപ്പോകുന്നു. അപ്പോഴാണ് ഗോറിയോലെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്സിബിഷൻ കാണുന്നത്. അങ്ങനെ അത് കണ്ട് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഹാജിൻ. അവിടുത്തെ ഓരോരോ പടങ്ങളായിട്ട് അങ്ങനെ ഹാജിന് കാണുന്നു. പണ്ട് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് എല്ലാ പ്രിൻസും ചേർന്ന് വാളും കൊണ്ടുള്ള ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രമായിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അതേസമയം ഹെയ്സു ആ ഒരു ഫെസ്റ്റിവൽ ആഘോഷിച്ചതെല്ലാം ഹാജിൻ ഓർക്കുന്നു. റെയിൻ റിച്വൽ കൂടി മഴ വന്ന ആ ഒരു നിമിഷം അവിടെ നിൽക്കുന്ന വാങ്സോനെ ആയിരുന്നു അടുത്ത ചിത്രത്തിൽ ഹാജിൻ കണ്ടത്. മഴ നനഞ്ഞു നിൽക്കുന്ന വാങ്സോ ഹെയ്സുവിനെ നോക്കുന്നതും ഹാജിൻ ഓർക്കുന്നു. അന്ന് ഹെയ്സു കണ്ട അതേ കാര്യം തന്നെയായിരുന്നു ഇന്ന് ഈ ചിത്രത്തിലും ഉണ്ടായിരുന്നത്. ഹെയ്സുവിന് കിങ് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ കിങ്ങിനോട് ഹെയ്സു നന്ദി പറഞ്ഞതും കാട്ടിൽ വെച്ച് ചെങ്ങിനെ എല്ലാവരും ആക്രമിക്കാൻ വന്നപ്പോൾ ചെങ് ഹെയ്സുവിനെ സംരക്ഷിച്ച് പിടിച്ചതും എല്ലാ പ്രിൻസും ഒന്നിച്ച് കളിച്ചതും ഹാജിൻ കാണുകയാണ്. മഞ്ഞു വീഴുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഹെയ്സു വീഴാൻ തുടങ്ങുകയും വുഗ് ഹെയ്സിൻ്റെ കയ്യിൽ പിടിച്ചതും അതിലുണ്ടായിരുന്നു. മരിച്ച ലേഡി ഹേനെയും എടുത്തുകൊണ്ട് വുഗ് പോകുമ്പോൾ പിറകിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹെയ്സുവിനെ കാണിക്കുന്നു. പിന്നീട് തൊട്ടുപിറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ വാങ്സോയുടെ വലിയൊരു ചിത്രം വെച്ചിരിക്കുന്നത് ഹാജിൻ കാണുകയാണ്. വാങ്സോനെ കാണുമ്പോൾ തന്നെ വാങ്സോയും ഹെയ്സുവുമായിട്ടുള്ള ഓർമ്മകളെല്ലാം ഹാജിൻ ഓർത്തെടുക്കുകയാണ്. വാങ്സോയുടെ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നതും ഹാജിൻ വായിക്കുന്നു. ഗോറിയോ ഭരിച്ചിരുന്ന ഏറ്റവും മികച്ച രാജാവെന്ന പദവി അദ്ദേഹത്തിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വാങ്സോ രാജാവായി വന്നത് ആദ്യമായി ഹെയ്സു കാണുമ്പോൾ ഹെയ്സു ഒരു കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു. ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് പോലത്തെ ക്രൂരനായിട്ടുള്ള ഒരു രാജാവായി നീ ഒരിക്കലും മാറുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന്. വാങ്സോ ആ ഒരു പാലസിൽ തനിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ ഹെയ്സു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരിക്കലും തനിച്ചാക്കുവാൻ പാടില്ലായിരുന്നു. പിന്നീട് ആ ഒരു ചിത്രത്തിലൂടെ നമ്മളെ ഗോറിയോ കാണിക്കുന്നു. അവിടെ ഗ്രഹണം നടക്കുകയായിരുന്നു. ഹെയ്സുവിൻ്റെ ശബ്ദം കേട്ടതുപോലെ വാങ്സോയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ബേക്ക എത്തുകയും വുഗ് മരിച്ചു എന്ന കാര്യം വാങ്സോനെ അറിയിക്കുകയും ചെയ്യുന്നു. ഞാനും ഈ പാലസിൽ നിന്നും പോകുവാണെന്ന് ബേക്കായും പറയുന്നു. വാങ്സോ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് പാലസിനു മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. മാത്രമല്ല ജീവിതം എന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ കാര്യം തന്നെയായിരുന്നു കിങ് ടൈജോയും മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഹെയ്സു പറയുകയാണ്, നമ്മൾ മറ്റൊരു ലോകത്ത് മറ്റൊരു സമയത്ത് കണ്ടുമുട്ടുകയായിരുന്നെങ്കിൽ എത്രത്തോളം നന്നായേനെ എന്ന്. അന്ന് ഞാൻ ഇതുപോലെ പേടിക്കേണ്ടി വരികയില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തോരം വേണമെങ്കിലും സ്നേഹിക്കാം. അങ്ങനെ ഹെയ്സു പറയുന്നത് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രഹണം നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വാങ്സോനെ കാണിക്കുന്നു. വാങ്സോ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മേക്കപ്പ് മാറ്റുന്നു. അതിനുശേഷം വാങ്സോയുടെ വോയിസ് കൂടി കേൾപ്പിക്കുകയാണ്, ഹെയ്സു, നീയും ഞാനും ഒരേ ലോകത്തല്ലെങ്കിൽ പോലും ഞാൻ ഉറപ്പായും നിന്നെ കണ്ടെത്തും. പിന്നീട് നേരത്തെ കാണിച്ച അതേ ഫ്ലാഷ് ബാക്കിൻ്റെ ബാക്കി കാണിക്കുകയാണ്. ഹെയ്സുവിന് കാലിന് വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വാങ്സോ ഹെയ്സുവിനെ എടുക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷിക്കുന്നതും വാങ്സോ ഹെയ്സുവിനെയും കൊണ്ട് ഓടുന്നതും കാണിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുന്നത്. എന്നോട് കുറേ പേര് ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ചെയ്യാമോയെന്ന് ചോദിച്ചു. പക്ഷേ ഈ ഒരു സീരീസിന് സെക്കൻഡ് സീസൺ ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഇത് 2016 ഇറക്കിയ ഒരു സീരീസാണ്. മാത്രമല്ല ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് സീസൺ വേണമെന്ന് ഫാൻസ് എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചിലരൊക്കെ സെക്കൻഡ് സീസൺ കണ്ടു എന്ന് പറഞ്ഞു. അതെല്ലാം ഈ സീരീസിൻ്റെ ഫാൻസ് വേറെ സീരീസിൻ്റെയൊക്കെ സീൻസ് എല്ലാം വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫാൻ മെയ്ഡ് വീഡിയോ മാത്രമാണ്. ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ഡൗട്ടൊക്കെ നമുക്കുണ്ടാകും. നേരത്തെ തന്നെ ചോയ്ജി ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, പ്രസൻറ്റ് ലൈഫിലുള്ള ഒരാൾ പാസ്റ്റിലെത്തുകയാണെങ്കിൽ അയാൾ പാസ്റ്റ് ലൈഫിൽ മരിക്കുകയും വീണ്ടും പ്രസൻറ്റിലേക്ക് വരികയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഹെയ്സുവിന് സംഭവിച്ചത്. ചോയ്ജി പണ്ട് പാസ്റ്റ് ലൈഫിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം ചോയ്ജി വാങ്സോയുടെ അടുത്ത് നിന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. ആ പോകുന്ന ദിവസവും ഒരു എക്ലിപ്സിൻ്റെ ദിവസമായിരുന്നു. ഹെയ്സു ഗോറിയോയിൽ എത്തിയതും ഇതുപോലെ തന്നെ ഒരു എക്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോയ്ജി തിരിച്ചു പോകുന്നത് പ്രസൻറ്റ് ലൈഫിലേക്കാണെന്ന് നമുക്ക് കരുതാം. അങ്ങനെ പ്രസൻറ്റ് ലൈഫിൽ എത്തുകയും ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്ത ചോയ്ജി ഹെയ്സുവിൻ്റെ മനസ്സിലുള്ള ഓർമ്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഹെയ്സുവിനെ കാണാൻ എത്തിയത്. അവസാനമായി നമ്മൾ വാങ്സോനെ കാണുന്നത് ഇതുപോലെ ഗ്രഹണം നടന്ന ദിവസം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു വേൾഡിൽ ഇല്ലാത്ത ആളെക്കുറിച്ച് ഇനി ആലോചിക്കരുതെന്ന് ചോയ്ജി വാങ്സോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഏതൊരു വേൾഡിലാണെങ്കിലും ഞാൻ നിന്നെ കണ്ടെത്തുമെന്ന് വാങ്സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രഹണ ദിവസം വാങ്സോ ഹെയ്സുവിനെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാങ്സോ കുതിരപ്പുറത്ത് പോകുന്ന ആ ഒരു സീൻ അത് ഹെയ്സുവിൻ്റെ അടുത്തേക്കാണെന്ന് നമുക്ക് കരുതാം.
ഈ ഒരു സീരീസ് തീരുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ജെങ്ങിൻ്റെ പേരായിരിക്കും പറയുക. ജെങ്ങും ഹേസും എന്താണെന്നറിയില്ല, അവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു സീരീസ് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം.